കേരള യൂണിവേഴ്സിറ്റിയിലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഗവേഷണ പഠനം പൂർത്തിയാക്കിയ പ്രൊഫസർ ബിജുകുമാർ അതേ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായും കേരള യൂണിവേഴ്സിറ്റിക്ക് റിസർച്ച് ഡീനായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2018 മുതൽ 2023 വരെ IUCNന്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ കൺസർവേഷൻ പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് മെമ്പർ ആയിരുന്നു പ്രൊഫസർ ബിജുകുമാർ. ചെക്ക് റിപ്പബ്ലിക്, മെക്സിക്കോ, കാനഡ, സ്പെയിൻ, ഗ്രീസ് മുതലായ നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നും സമുദ്രവുമായും മറ്റു അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പരിശീലനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ പഠനത്തിൽ ഗോൾഡ് മെഡൽ, KSCSTയുടെ യുവ ഗവേഷണ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം സമുദ്ര ശുദ്ധജല ജീവജാലങ്ങളെ കുറിച്ചുള്ള ധാരാളം ഗവേഷണ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെതായി 250 പരം ഗവേഷണ പ്രബന്ധങ്ങളും 150-ലധികം സെമിനാറുകളും 26 ബുക്കുകളും 200-ലധികം പോപ്പുലർ ആർട്ടിക്കിളും ഉണ്ട്. പ്രൊഫസർ ബിജുകുമാർ ധാരാളം TV, റേഡിയോ പരിപാടികളിലൂടെയും പൊതുജനങ്ങൾക്ക് സുപരിചിതനാണ്. ഇതുവരെ 20-ലധികം കുട്ടികൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 10ഓളം പുതിയ സ്പീഷീസുകൾക്ക് അദ്ദേഹത്തിന്റെ ഗവേഷകർ സാറിന്റെ പേര് കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹം 52 പുതിയ സ്പീഷീസുകളും 8 പുതിയ ജനീറകളും ഒരു പുതിയ ഫാമിലിയും വിശദീകരിച്ചിട്ടുണ്ട്. സമുദ്ര ജൈവ വൈവിധ്യ, ഫിഷറീസ് മാനേജ്മെന്റ്, ടാക്സോണമി, സമുദ്ര മലിനീകരണം, ഇൻലാൻഡ് ഫിഷറീസ് മുതലായ ഗവേഷണ മേഖലകളിൽ തന്റെ പാഠവും തെളിയിച്ചിട്ടുള്ള പ്രൊഫസർ ബിജുകുമാർ സമുദ്രത്തെയും മറ്റു ജലസ്രോതസ്സുകളെയും അധിനിവേശ ജീവികളെ കുറിച്ചുള്ള പഠനത്തിലും ഏറെ നിപുണനാണ്. നിരവധി ലോക പ്രശസ്ത ശാസ്ത്ര ജേണലിൽ എഡിറ്ററായ ബിജുകുമാർ സാറിനെ സ്റ്റാൻഫോർഡ് എൽസീവിയർ വേൾഡ് റാങ്കിങ്ങിൽ സുവോളജി ആൻഡ് മറൈൻ സയൻസ് വിഭാഗത്തിലെ ബെസ്റ്റ് 2% സയന്റിസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു വെൽക്കം യു സർ ടു ദിസ് ഇവന്റ്. ഓവർ ടു യു സർ, യു കൻ കണ്ടിന്യൂ. താങ്ക് യു. താങ്ക് യു കീർത്തി. ഇന്ന് സമുദ്ര ദിനമാണ്. എല്ലാവർക്കും സമുദ്ര ദിന ആശംസകൾ. സമുദ്രങ്ങൾ ഒരുപാട് ഭീഷണി നേരിടുന്ന ഒരു സമയമാണ്. അതേസമയം സമുദ്രങ്ങൾ ഇല്ലാത്ത ഒരു ഭൂമി നമുക്ക് ആലോചിക്കാനേ സാധിക്കില്ല. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ജൈവവൈവിധ്യം, നമ്മുടെ പ്രാണവായു, നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്കിൾ, എല്ലാ സൈക്കിളുകളും ഇതൊക്കെ നമുക്ക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ സമുദ്രത്തിന് നമുക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്തും സംശയമുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ നമ്മൾ പുഴകളെ ആരാധിക്കുന്ന അത്രയും സമുദ്രങ്ങളെ കരുതൽ കൊടുക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമുദ്ര ദിനം കടന്നു വരുന്നത്. അപ്പോൾ സമുദ്രം നേരിടുന്ന ഭീഷണികളെ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ലൂക്കയോട് പറഞ്ഞിരുന്നത് സമുദ്ര മലിനീകരണം എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സമുദ്ര മലിനീകരണം വളരെ കടലോളം തന്നെ വലിയ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഒരല്പം മാറ്റം അതിനകത്ത് വരുത്തുന്നുണ്ട്. മലിനീകരണം തന്നെയാണ് വിഷയം, പക്ഷേ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മലിനീകരണ പ്രശ്നങ്ങളെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രാധാന്യവും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഷിപ്പിംഗ് ആൻഡ് മറൈൻ പൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ കപ്പലോട്ടവും കടൽ മലിനീകരണവും എന്നുള്ള വിഷയമാണ് ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു കപ്പലപകടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംസാരം. പ്രധാനമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രാധാന്യവും അത് എങ്ങനെയാണ് നമ്മുടെ ഈ ബ്ലൂ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഈ കപ്പൽ അപകടം എന്തെല്ലാം തരത്തിലുള്ള മലിനീകരണം സൃഷ്ടിക്കാം, അത് ബ്ലൂ എക്കോണമിയെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മലിനീകരണം എന്ന് കേൾക്കുമ്പോൾ ചില പ്രത്യേക വസ്തുക്കളെ അല്ലെങ്കിൽ പ്രത്യേക മലിനീകരണ സ്രോതസ്സുകളെ മാത്രമാണ് കാണുന്നത്. പക്ഷെ സമുദ്രത്തിന്റെ മലിനീകരണത്തിന്റെ രീതിയൊക്കെ മാറുകയാണ് പുതിയ കാലഘട്ടത്തിൽ. പുതിയ വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നതോടുകൂടി അതാണ് അടുത്ത ഒരു വിഷയം. പ്രത്യേകിച്ചും എമർജിങ് പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിനകത്ത് എന്നിട്ട് ഷിപ്പ്രക്കുകൾ ഉണ്ടാക്കുന്ന മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാം. അതിനകത്ത് നമ്മളിപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒരു വലിയ ഭീഷണിയാകുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക പരാമർശവും അവസാനമായി ഉണ്ടാകും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചോദ്യങ്ങളുണ്ടെങ്കിൽ ആകാം എന്നുള്ളതാണ്.
ഇപ്പോ കേരളത്തിലുണ്ടായ ഒരു കപ്പൽ അപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇനി വരുന്ന ആളുകളിലും ലോകത്ത് ഈ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും കടൽ മാർഗമാണ് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഏതാണ്ട് ലോകത്തെ ഈ ട്രേഡില് ഏതാണ്ട് 90% കടൽ വഴിയാണ് നടക്കുന്നത്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെ ഈ ഓരോ വർഷങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സിൽ കാണുന്നത് 1970 മുതൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഈ ഷിപ്പിംഗ് മേഖലയിലുണ്ടായ വർധനമാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ലോകത്തെ എല്ലാ ചരക്ക് ഗതാഗതവും പ്രധാനമായിട്ടും കടലിനെ ആശ്രയിക്കുന്ന ഒരു സമയമാണ്. വരുന്ന ആളുകളിലും ഇതൊരു വലിയ ഈ കപ്പൽ ഗതാഗതം എന്ന് പറയുന്നത്, ഷിപ്പിംഗ് എന്ന് പറയുന്നത് പ്രധാന ചരക്ക് കൈമാറ്റ ഒരു വ്യവസ്ഥയായിട്ട് നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നമുക്ക് ഈ ലാൻഡിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് കൂടി വരുന്നതോടുകൂടി കപ്പൽ ഗതാഗതം വളരെയധികം കൂടാനാണ് സാധ്യത. ഇപ്പോൾ ഉള്ള ഈ ലോകത്തെ ആഗോളതലത്തിലുള്ള ഈ കപ്പൽ ഗതാഗതത്തിന്റെ ചരക്ക് കൈമാറ്റത്തിന്റെ നല്ലൊരു ശതമാനവും ചൈന ആണ് നടത്തുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കുക. രണ്ടാമത്തെ കാര്യം, അടുത്ത കാലത്ത് ഇതിനകത്ത് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ ഗതാഗതം ഇത്രയധികം എണ്ണത്തിൽ ഉള്ള വർധന ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും അടുത്ത കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂയസ് കനാലിലും പനാമ കനാലിലും ഒക്കെ ഉള്ള, അത് ചെറിയ കനാലുകളാണ് താരതമ്യേന. അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകളും യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട ഭീഷണികളും ഒക്കെ അവിടെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പൽ ഗതാഗതം ഈ ഇന്ത്യൻ മഹാസമുദ്രം വഴിയൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ 1980-കൾക്ക് ശേഷം ഈ ചരക്ക് കൈമാറ്റത്തിലെ രീതികളിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് 1980-കളുടെ തുടക്കത്തിൽ കൂടുതലും എണ്ണ ആയിരുന്നു കൊണ്ടുപോയതെങ്കിൽ, ഓയിൽ ടാങ്കറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ നമുക്ക് മറ്റു വസ്തുക്കളാണ്, ഡ്രൈ ബൾക്കാണ് കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു കണ്ടെയ്നറുകളും പ്രധാനമായിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങൾക്ക് വളരെയധികം വസ്തുക്കൾക്ക്, പ്രത്യേകിച്ച് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് വളരെയധികം വില കൊടുക്കേണ്ടുന്ന ഒരാവശ്യവും വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ കപ്പൽ ഗതാഗതത്തിന്റെ ചെലവ് കൂടുന്നതോടുകൂടി ആ ചെലവിന്റെ ബാധ്യത കൂടുതൽ വരുന്നതും ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി നോക്കണം. ഞാൻ ഈ ഷിപ്പിങ്ങിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാലും ഇന്നൊരു ഈ ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കപ്പൽ ഗതാഗതമാണ്. കപ്പൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്, പ്രത്യേകിച്ചും ഈ ചരക്ക് കൈമാറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതാണ്ട് 50,000-ലധികം മർച്ചന്റ് ഷിപ്പുകൾ ഇന്റർനാഷണലി കാർഗോ ആയിട്ട് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കാർഗോ കയറ്റിയിട്ട് ലോകത്തിന്റെ പല സമുദ്രഭാഗങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഏതാണ്ട് 150 രാജ്യങ്ങളിലാണ് ഈ കപ്പലുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023 ഏതാണ്ട് 12,292 മില്യൺ ടണ്ണാണ് ഈ മാരിടൈം ട്രേഡ് വഴി നടന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇത് കൂടുതൽ ഡിമാൻഡ്, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കപ്പൽ ഈ ചരക്ക് കൈമാറ്റത്തിലും ഒക്കെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ഈ കപ്പൽ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു പ്രധാനപ്പെട്ട പാത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാതയാണ്. അത് പിന്നീട് നമുക്ക് സൂയസ് കനാലിലൂടെ അമേരിക്കയിലെ പല ഭാഗങ്ങളിലേക്കും എത്തും. അങ്ങനെ ലോകത്തിനെ മുറിച്ചു കടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെ പോകുന്ന ഒരു പാതയാണ്. നിങ്ങൾക്കറിയാം, ആ ഒരു പാതയുടെ ഏറ്റവും അടുത്ത് കാണുന്നത് കേരളവും കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പ്രത്യേകിച്ചും ഈ മാരിടൈം ട്രാൻസ്പോർട്ടിലും ട്രേഡിലും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് കേരളം മാറുന്നതിന്റെ ഒരു കാരണവും ഇതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം, ഇനി വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള ഗതാഗതം, പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും കേരള തീരത്തിലൂടെയും വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിലൂടെ പ്രത്യേകിച്ചും ഉള്ള ഗതാഗതം വളരെയധികം വർദ്ധിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ചും വേറെ വഴിയില്ല, ഈ ചരക്ക് കൈമാറ്റം പ്രധാനമായിട്ടും ഈ നമ്മുടെ കപ്പലുകൾ വഴി തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ്.
ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബ്ലൂ എക്കോണമിയിലേക്ക് ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ നീല സമ്പദ് വ്യവസ്ഥ, നീല വികസനം എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും സമുദ്ര വിഭവങ്ങളെ നമ്മൾ പിന്നെ വളർച്ചയ്ക്ക്, ഈ നമുക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അത് കൂടുതൽ ലൈവ്ലിഹുഡ് ഉണ്ടാക്കും, കൂടുതൽ തൊഴിലുകൾ ഉണ്ടാക്കും, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ മേഖലകൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അന്തർദേശീയ നിർവചനത്തിൽ ഈ എപ്പോഴും ഈ സമുദ്ര വിഭവങ്ങൾ പ്രധാനമായിട്ട് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ സുസ്ഥിരതയും ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ആശയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ സുസ്ഥിരത എന്ന് പറയുന്ന ആശയം ഒഴിവാക്കിയിട്ടാണ് പലപ്പോഴും ബ്ലൂ എക്കോണമി നമ്മൾ കാണുന്നത്. അതായത് സമുദ്ര വിഭവങ്ങൾ വളർച്ചയ്ക്കുള്ള, സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒറ്റ മാനദണ്ഡമായിട്ട് കാണുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് അവസാനം നമുക്ക് വരാം. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഫോക്കസ്, നമ്മുടെ ബ്ലൂ എക്കോണമിയിലുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് 2-3 മേഖലകളിലാണ്. അതിൽ ഒന്ന് തീർച്ചയായിട്ടും മാരിടൈം ട്രാൻസ്പോർട്ടാണ്, അതായത് കടൽ വഴിയുള്ള ഗതാഗതമാണ്. പിന്നീട് നമുക്ക് റിന്യൂവബിൾ എനർജിയുടെ കാര്യം വരുന്നുണ്ട്, കടലിലെ കൃഷി അക്വാകൾച്ചർ വരുന്നുണ്ട്, പിന്നെ കടൽ മണൽ ഖനനം വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഈ ബയോടെക്നോളജി, മറൈൻ ബയോടെക്നോളജി ഉപയോഗിച്ച് പുതിയ മരുന്നുകളൊക്കെ ഉണ്ടാക്കാനും പുതിയ മൂലകങ്ങളൊക്കെ ഉണ്ടാക്കാനും ഉള്ളൊരു ഫോക്കസ് ഉണ്ട്. അപ്പൊ ഇത്തരം മേഖലകളിലാണ് പ്രധാനപ്പെട്ട ഫോക്കസ് ബ്ലൂ എക്കോണമിയിൽ വരുന്നത്. ഇന്ത്യൻ സർക്കാരും ഒരു ബ്ലൂ എക്കോണമിയുടെ ഡ്രാഫ്റ്റ് പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പോളിസി ഡോക്യുമെന്റിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക മേഖലകളിൽ വളരെ കൃത്യമായ ഫോക്കസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് സീ ഫുഡ് ഹാർവെസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ചും നമ്മൾ ട്രേഡ്, സീ ഫുഡ് ട്രേഡ്, പ്രത്യേകിച്ചും എംപെഡ വഴി സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള വളരെ ശക്തമായ ഒരു ഫോക്കസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസ് ഉൽപാദനം കൂട്ടുക എന്നുള്ളതും മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഒരു ഫോക്കസ് ഇന്ത്യയുടെ ഈ ബ്ലൂ എക്കോണമി പോളിസിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ട് പുതിയ മരുന്നുകൾ, മൂലകങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ള മറ്റൊരു ഫോക്കസ് ഉണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും ശക്തമായ ഫോക്കസ് എന്ന് പറയുന്നത് മൈനിങ്ങിലാണ്. പ്രത്യേകിച്ചും സീബെഡ് മൈനിങ് വഴി മറ്റ് മിനറൽസും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഫോക്കസ് അതിനകത്തുണ്ട്. പിന്നെ നമുക്ക് എനർജി, പ്രത്യേകിച്ചും പിന്നെ ഓഫ് ഷോർ റിന്യൂവബിൾ എനർജിയിൽ വളരെ ശക്തമായ ഫോക്കസ് ഉണ്ട്. ഞാനിവിടെ കാണിക്കുന്ന വേറൊരു ശക്തമായ ഫോക്കസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ്, ഷിപ്പ് ബിൽഡിങ്, മാരിടൈം ട്രാൻസ്പോർട്ടാണ്. അതായത് കപ്പൽ നിർമ്മാണം, കപ്പൽ ഗതാഗതം, പോർട്ടുകൾ, അത് അനുബന്ധ സേവനങ്ങൾ, ഇതൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ ബ്ലൂ എക്കോണമി നയത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സാഗർമാല എന്ന് പറയുന്ന ഈ ഇന്ത്യയിലെ കിഴക്കും പടിഞ്ഞാറും തീരങ്ങളിൽ ഒരു വലിയ പോർട്ടുകളുടെ ഒരു വലിയ നിര ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പലതും പിന്നെ ഇംപ്ലിമെന്റേഷന്റെ പല സ്റ്റേജുകളിലുമാണ്. അതോടൊപ്പം കോസ്റ്റൽ ഡെവലപ്മെന്റും ടൂറിസം പ്രൊമോഷനും ഒക്കെ ഇതിന്റെ കൂടെ മറ്റ് ഘടകങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ മൈനിങ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ പോളിസിയിൽ ശക്തമായ ഒരു ഫോക്കസ് വരുന്നത് ഈ കപ്പൽ നിർമ്മാണം, കപ്പൽ ഗതാഗതം, പോർട്ടുകളുടെ വികസനം എന്നൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനോടൊപ്പം തന്നെ ഒരു പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ മാംഗ്രൂവ്, കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള ബ്ലൂ കാർബൺ എക്കോസിസ്റ്റത്തിനെ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോസ്റ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബ്ലൂ എക്കോണമി 2030 ആകുമ്പോൾ പല മേഖലകളിലും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണം, ഈ ഒരു 2030 ആകുമ്പോൾ ഷിപ്പിംഗ് ഇപ്പോൾ ഉള്ളതിന്റെ ഏതാണ്ട് 4 ഇരട്ടി വർദ്ധിക്കുമെന്നുള്ളതാണ് കണക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൂടെയുള്ള, തീരപ്രദേശങ്ങളിലൂടെയുള്ള, കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം വളരെയധികം വരും നാളുകളിലും വർദ്ധിക്കും എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. അത് മാത്രമല്ല, ഈ തീരപ്രദേശങ്ങളും സമുദ്രങ്ങളും ഒക്കെ തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട്, എല്ലാ ലക്ഷ്യങ്ങളുമായിട്ടും 17 ലക്ഷ്യങ്ങളുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കടൽ വിഭവങ്ങൾ, കടലിന്റെ സമ്പദ് വ്യവസ്ഥ, ഇതൊക്കെ വരും നാളുകളിൽ വളരെ കാര്യമായിട്ട് പിന്നെ വർദ്ധിക്കാനും വികസന ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളായിട്ട് മാറാനുമുള്ള ഒരു സാധ്യത കാണാം എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. കപ്പലുമായിട്ട് ബന്ധപ്പെട്ട, കപ്പൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയാണ്. രണ്ടാമത്തെ ഒരു ഭാഗത്തിൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എന്തൊക്കെ സമ്മർദ്ദങ്ങളാണ് കടലിലെ ജൈവവൈവിധ്യം നേരിടുന്നത് എന്നുള്ളതാണ്.
ഇപ്പൊ ഇത് നേച്ചർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാസികയിൽ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. ഈ ഗ്രാഫിക്സ് നോക്കിക്കഴിഞ്ഞാൽ 1860 മുതൽ ഇന്നേ കാലം വരെയുള്ള ഈ സമ്മർദ്ദങ്ങൾ, കടലിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളുടെ രീതിയൊക്കെ ഒരുപാട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണത്തില് 1860 അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിന്റെയൊക്കെ അവസാനത്തോടു കൂടി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ആയിരുന്നു. പ്രത്യേകിച്ചും വലിയ ജീവികളെ കൊന്നൊടുക്കുന്നു, വേട്ട എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിഷിംഗ് ടെക്നോളജിയൊക്കെ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ചും സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം, അതോടുകൂടി പ്ലാസ്റ്റിക് നൈലോൺ വലകളുടെയൊക്കെ കണ്ടുപിടുത്തം, മെക്കനൈസേഷൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് രണ്ടാമത് കടലിലെ സമ്മർദ്ദം വന്നത്, ഇപ്പോഴും സമ്മർദ്ദം നേരിടുന്നത് ഫിഷിംഗ് ആണ്. മത്സ്യബന്ധനം പല രീതിയിൽ, പ്രത്യേകിച്ചും അമിത മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും മാംഗ്രൂവ് കണ്ടൽക്കാടുകളുടെ നാശം ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഹാബിറ്റാറ്റ് ലോസ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്നാൽ ഈ പ്രശ്നങ്ങൾ, സമ്മർദ്ദം ഏറ്റവും അധികം ഉണ്ടാകുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10-20 വർഷങ്ങളിൽ സമുദ്രം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചില പ്രത്യേക രാസവസ്തുക്കൾ കടലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിൽ ചിലത് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളായിരിക്കാം, രാസവളങ്ങളായിരിക്കാം, പ്ലാസ്റ്റിക് ആയിരിക്കാം, ഇതല്ലെങ്കിൽ ഒരുപാട് സിന്തറ്റിക്, മനുഷ്യനിർമ്മിതമായ മറ്റു രാസവസ്തുക്കളായിരിക്കാം. ഇതിന്റെ കാര്യം നമുക്ക് ഇനി സംസാരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാലാവസ്ഥാ മാറ്റമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ഒരു ചരിത്രം, കടൽ നേരിടുന്ന സമ്മർദ്ദങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കടലിലേക്ക് എത്തുന്ന രാസവസ്തുക്കളും അതുപോലെ തന്നെ കാലാവസ്ഥാ മാറ്റവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫിഷിങ്ങിന്റെ പ്രഷർ മറുവശത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു കഴിഞ്ഞ ഒരു 100 വർഷത്തിൽ കടൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു ആകെത്തുകയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്. ഈ നമ്മുടെ ഭൂമി അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഈ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് തീർച്ചയായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ്, ജൈവവൈവിധ്യ നാശം. രണ്ടാമത്തത് കാലാവസ്ഥാ മാറ്റം. മൂന്നാമത്തത് പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഭൂമി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പ്ലാനറ്റ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത് 3 ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കടൽ മലിനീകരണത്തിലേക്ക് വരാം. കടൽ മലിനീകരണത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ റാൻഡമായിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതിയിരുന്നതൊക്കെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറൈൻ ലിറ്റർ എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് വരുന്ന ഈ ഖരമാലിന്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് വരാം. പിന്നെ മറ്റ് കരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന പല വസ്തുക്കൾ വരാം, പ്രത്യേകിച്ചും രാസവളങ്ങൾ, കീടനാശിനികൾ ഒക്കെ ഇതിനകത്തേക്ക് വരാം. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ അതിപോഷകത്വം കടലിൽ വരാം. പിന്നെ നമുക്കറിയാം സ്യൂവേജ് പൊല്യൂഷൻ വരാം. പിന്നെ നമുക്ക് വ്യാവസായിക മാലിന്യങ്ങൾ കടലിലേക്ക് എത്തുന്നുണ്ട്. എണ്ണ മലിനീകരണം പണ്ട് തൊട്ടേ ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തത് പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഒരുപാട് മാലിന്യങ്ങൾ കടലിലേക്ക് എത്തുന്നുണ്ട്. അടുത്ത കാലത്ത് അധികം ചർച്ച ചെയ്ത വിഷയമാണ് ശബ്ദമലിനീകരണം, അതുപോലെ തന്നെ പ്രകാശ മലിനീകരണം. ഇതൊക്കെ കടലിൽ നേരിടുന്ന മലിനീകരണ പ്രശ്നങ്ങളിൽ പൊതുവായി കാണുന്നവയാണ്. ഇന്ന് നമ്മുടെ സംസാര വിഷയം പ്രധാനമായിട്ടും എമർജിങ് കണ്ടാമിനൻസ് എന്നുള്ളതാണ്. അതിന്റെ നിർവചനത്തിലേക്ക് പിന്നീട് വരാം. ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് മനുഷ്യനിർമ്മിത വസ്തുക്കൾ, പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് രാസവസ്തുക്കൾ കടലിലേക്ക് എത്തുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എമർജിങ് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുതുതായിട്ട് പുതിയ മലിനീകാരകങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്. ഒരുപാട് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ വളരെയധികം ഹാനികരമായ വസ്തുക്കളുണ്ട്. ഇതൊക്കെ നേരിട്ടോ അല്ലാതെയോ കടലിലേക്ക് എത്തുന്നുണ്ട്. രണ്ടാമത് എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ ഹോർമോണിനെ, നമ്മുടെ എൻഡോക്രൈൻ വ്യവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്ന വസ്തുക്കളുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് ആൻഡ് നാനോ പ്ലാസ്റ്റിക് ഉണ്ട്, അതിലേക്ക് വരാം. പിന്നെ പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസസ്, PFAS എന്ന് പറയുന്ന ഒരു ഇനം രാസവസ്തുക്കൾ. ഫ്ലെയിം റിട്ടാർഡൻസ്, തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്, കീടനാശിനികളും കളനാശിനികളും. ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, പ്രത്യേകിച്ചും ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, താലൈറ്റ്, PCBs. അതുപോലെ തന്നെ ഖനാലോഹങ്ങൾ, ഹെവി മെറ്റൽസ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആൻഡ് ഫുഡ് അഡിറ്റീവ്സ്, നാനോ മെറ്റീരിയൽസ്. വളരെ അതിസൂക്ഷ്മ കണങ്ങൾ.
ഈ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു 10 ഇനവും നമുക്ക് പറയാൻ പറ്റുന്നത് എമർജിങ് കണ്ടാമിനൻസ് എന്നാണ്. അടുത്ത കാലത്തേക്ക് കടലിലേക്ക് എത്തുന്ന രാസ മാലിന്യങ്ങളാണെന്ന് പറയാം. ഈ ചില വസ്തുക്കൾ, ചില പേരുകളും കൂടി നിങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം, പ്രത്യേകിച്ച് ഇപ്പോഴും പുതിയ പശ്ചാത്തലത്തിൽ. ഒന്ന് ലെഗസി പൊല്യൂട്ടൻസ് എന്ന് പറയും. ലെഗസി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് പണ്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോൾ അത് ബാൻ ചെയ്യുകയോ അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയോ ചെയ്ത ചില രാസവസ്തുക്കളുണ്ട്. അതെ, പക്ഷേ ഇതെല്ലാം ബാൻ ചെയ്തുവെങ്കിലും അതിന്റെ സ്വാധീനം ഇപ്പോഴും പരിസ്ഥിതിയിൽ തുടരുന്ന രാസവസ്തുക്കളാണ് നമ്മൾ ലെഗസി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പൊല്യൂട്ടൻസ് പണ്ട് സമുദ്രത്തിലുണ്ടായിരുന്നു, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും നിൽക്കുന്നു, അത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നുള്ള. ഉദാഹരണം പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയാം. DDT, PCB, ഡയോക്സിൻ, ഫ്യൂറാൻസ്, ഇതൊക്കെ പലതും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയോ നിരോധിക്കപ്പെട്ടിരിക്കുകയോ ചെയ്യുന്നവയാണ്. ഇതൊക്കെ ക്യാൻസറും പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡാമേജ് ഉണ്ടാക്കാം. ഇതൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പെർസിസ്റ്റന്റ് ഓർഗാനിക്. പിന്നെ ഹെവി മെറ്റൽസ് നിങ്ങൾക്ക് അറിയാം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ന്യൂറോടോക്സിസിറ്റി, കിഡ്നി ഡാമേജ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ. ഓർഗനോക്ലോറിൻ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നവ ആയും ഇതിനകത്ത് DDTയിലും മറ്റ് രാസവസ്തുക്കളിലും അടങ്ങിയിട്ടുണ്ട്. ഇതും എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആണ്. അതുപോലെ തന്നെ PCB എന്ന് പറയുന്ന പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് എന്ന് പറയുന്നവ ഇൻഡസ്ട്രിയൽ വേസ്റ്റിനകത്ത് ഉണ്ടാകുന്നവയാണ്. അതും കാർസിനോജനിക് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. പിന്നെ PAH എന്ന് പറയുന്ന പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആണ്. ഇത് പ്രധാനമായിട്ടും ഓയിൽ സ്പില്ല്, വെഹിക്കിൾ എമിഷൻ, കടലിൽ പ്രധാനമായിട്ടും ഓയിൽ സ്പില്ല് വഴിയാണ് ഉണ്ടാകുന്നത്. മ്യൂട്ടേഷൻ ഉണ്ടാക്കാം ജീവികളിൽ, അതുപോലെ തന്നെ ക്യാൻസറിന്, അർബുദബാധയ്ക്ക് കാരണമാകാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെഗസി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എമർജിങ് കണ്ടാമിനൻസ് ഉണ്ട്, അതായത് ECs എന്ന് പറയുന്നവ. ഇതൊക്കെ കടലിലുണ്ട്, വളരെ അടുത്ത കാലത്തേക്ക് കടലിലേക്ക് എത്തിയവയാണ്. ഇത് എൻവയോൺമെന്റിൽ, പരിസ്ഥിതിയിലുണ്ട്, പക്ഷേ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുകയോ റെഗുലേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോൾ എല്ലായിടത്തും ചർച്ച നടക്കുന്നത് ഈ എമർജിങ് കണ്ടാമിനൻസിനെ പറ്റിയിട്ടാണ്. പുതിയ ഇനം രാസവസ്തുക്കൾ കടലിലേക്ക് എത്തുന്നു, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല, കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. കാരണം പുതിയ കെമിക്കൽ ആയതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളരെ ചെലവേറിയ ഒരു പ്രോസസ്സാണ്. അതെല്ലാം കൊണ്ട് തന്നെ ഇവ കടലിലുണ്ടെങ്കിലും ഇവ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല, കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, പ്രത്യേകിച്ച് മരുന്നുകളിൽ നിന്ന് വരുന്നവ, പേഴ്സണൽ കെയർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പിന്നെ ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ, ഇതിനോടൊപ്പം നാനോ മെറ്റീരിയൽസ് ആണ്. കാരണം വളരെ അതിസൂക്ഷ്മ കണങ്ങളെല്ലാം നമ്മളിപ്പോൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും. ഇതെല്ലാം കടലിലേക്ക് എത്തുന്നുള്ളവയാണ്. രണ്ടാമത്തെ ഇത് മാനേജ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇത് വളരെ സോഴ്സസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഉദാഹരണം, അതിനകത്ത് മരുന്ന് മുതൽ മറ്റ് പിന്നെ ഫാക്ടറി മാലിന്യങ്ങൾ വരെ ഉണ്ട്. ഇതിന്റെ സോഴ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. എവിടുന്ന് വരുന്നു എന്നുള്ളതും ഇത് ഏത് വഴി കടലിലേക്ക് എത്തുന്നു എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ്. ഇനി ചിലത് വരുന്നത്, അതിനേക്കാളും രസകരമായ കാര്യം, ചിലത് വരുന്നത് നമുക്ക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് തന്നെ കുറേ മാലിന്യങ്ങൾ ഇതിനകത്തുനിന്ന് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം സ്യൂവേജ് പൊല്യൂഷനകത്ത് നമ്മൾ കണ്ടിരുന്നത്, സ്യൂവേജ് പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വിസർജ്യ വസ്തുക്കളിൽ നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ഒരുപാട് ഹോർമോൺസ് ഉണ്ടാകാം. ഈ ഹോർമോണുകളും തിരിച്ചെത്തുന്നു എന്നൊരവസ്ഥയുണ്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ പല രാസവസ്തുക്കളും ഒരുമിച്ച് ചേർന്ന് കുറച്ചും കൂടി ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ, കടലിന്റെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ കോക്ടെയിൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പൊല്യൂഷൻ കോക്ടെയിൽ എന്ന് പറയുന്നത് ഈ എമർജിങ് കണ്ടാമിനൻസ് പലതും ചേർന്ന് സിനർജസ്റ്റിക് ആയിട്ട് അതിന്റെ കുറച്ചും കൂടി ജീവികളിൽ, എക്കോസിസ്റ്റത്തിൽ ഒരു വ്യാപകമായ സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതുണ്ടാകുന്ന ഒരു പ്രശ്നം. പിന്നെ ഇതിനകത്ത് ഒരു ബയോളജി പഠിക്കുന്ന ആളിന് മാത്രമായിട്ട്, ഒരു മറൈൻ ബയോളജിസ്റ്റ് മാത്രമായിട്ട് ഈ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കെമിസ്ട്രി ഉണ്ട്, ഇതിന്റെ മോണിറ്ററിങ്ങിനകത്ത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, സെൻസർ ഉൾപ്പെടെയുള്ള ടെക്നോളജികൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. ബഹുവൈജ്ഞാനികമായ മേഖലകളിൽ നമുക്ക് ഇടപെടലുകൾ നടത്തേണ്ടി വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്താനും മോണിറ്റർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കോക്ടെയിൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ഇതാണ്, പല രാസവസ്തുക്കൾ ഒരുമിച്ച് ചേർന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായ ഇമ്പാക്ട് ജീവികളിലും ആവാസ വ്യവസ്ഥയിലും സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. പിന്നെ ഉള്ളത്, പിന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും കാണുന്നത് ഇതിന്റെ റിസ്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഉദാഹരണം, ഇപ്പൊ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ, ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കും, എന്ത് പ്രശ്നം ഉണ്ടാക്കും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് ഒരുപാട് പഠനങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ള പഠനങ്ങൾ, ലബോറട്ടറികളിൽ നടന്ന പഠനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഇത് എത്ര കാലം പെർസിസ്റ്റ് ചെയ്യും? ഈ പെർസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടുത്ത കാലത്ത് വന്നതാണ്. അപ്പൊ എത്ര കാലം പെർസിസ്റ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും വീണ്ടും പഠനം നടത്തേണ്ടി വരും.
പിന്നെ എത്രമാത്രം ഹ്യൂമൻ ഇമ്പാക്ട് ഉണ്ടാക്കും, ഈ ഹ്യൂമൻ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതും പഠനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ ഈ മൈക്രോ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള നാനോ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ വന്നിട്ടൊരു കഴിഞ്ഞൊരു 10 വർഷമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ ശാസ്ത്രത്തിന് മനസ്സിലായ ഒരു സത്യമുണ്ട്. പണ്ട് നമ്മുടെ ഒക്കെ ധാരണ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് വിസർജ്യ വസ്തുക്കളിലൂടെ പുറത്തേക്ക് പോകും, നമ്മുടെ രക്തക്കൊഴലുകളിലേക്ക് കയറാനുള്ള സംവിധാന രീതികളില്ല, പരമാവധി വന്നാൽ ചില രാസവസ്തുക്കൾ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാമെന്നുള്ളതാണ്. ഇപ്പോൾ ആ ധാരണ മുഴുവൻ മാറിയിരിക്കുന്നു. നമ്മുടെ ഒരു ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആണ്. അപ്പൊ ഇപ്പോൾ ഈ അതിസൂക്ഷ്മ പ്രത്യേകിച്ച് നാനോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, നാനോ പ്ലാസ്റ്റിക് വസ്തുക്കൾ, കണ്ടാമിനൻസ് ഇത് നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാമെന്നും അത് നമ്മുടെ ശരീരത്തിന്റെ വൈറ്റൽ ഓർഗൻസിലേക്ക് എത്തിപ്പെടാമെന്നുള്ളതാണ് പുതുതായിട്ട് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ഗവേഷണം നടന്നു വരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഞാൻ എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം ഈ എമർജിങ് കണ്ടാമിനൻസ് ആണ്. അതായത് ഫാർമസ്യൂട്ടിക്കൽസ്, അതിനകത്ത് ഒന്നാമത്തത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതിനകത്ത് ആന്റിബയോട്ടിക്സ് ഉണ്ട്, ഹോർമോണുകളുണ്ട്, ആന്റി പെപ്റ്റൈഡുകളുണ്ട്, പെയിൻ കില്ലറുകളുണ്ട്, ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഒരുതരം മരുന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ കീമോതെറാപ്പി ഡ്രഗുകളുണ്ട്, ആന്റി ഡിപ്രസൻസ് ഉണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നമ്മുടെ വിസർജ്യ വസ്തുക്കളിലൂടെ തന്നെ തിരിച്ച് കടലിലേക്ക് എത്തുന്നുണ്ട്. ഇത് കടൽ ജീവികളിൽ മാത്രമല്ല തിരിച്ചു മനുഷ്യരിലേക്കും എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സംവിധാനങ്ങളായിട്ടൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ്, അതായത് നമ്മുടെ ഹോർമോണുകളെ മിമിക് ചെയ്ത് ഹോർമോണുകളെ അനുകരിച്ചിട്ട് നമ്മുടെ എൻഡോക്രൈൻ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ഇത് പലതും ഓർക്കേണ്ടത്, ഇത് പലതും പ്ലാസ്റ്റിക്കിലുള്ളതാണ്. ഉദാഹരണം ബിസ്ഫിനോൾ എന്ന് പറയുന്നത്, ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന ഒരു രാസവസ്തു പ്ലാസ്റ്റിക്കിൽ എപ്പോക്സി റെസിനിലൊക്കെ ഉള്ള ഒരു വസ്തുവാണ്. ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു വസ്തു പ്ലാസ്റ്റിക് പ്രത്യേകിച്ചും PVC കത്തിക്കുമ്പോഴുണ്ടാകുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ രാസവസ്തുക്കളിൽ അല്ലെങ്കിൽ വിഷവസ്തുക്കളിൽ ഒന്നാണ്. താലേറ്റുകൾ അതുപോലെ തന്നെയാണ്. പെർക്ലോറേറ്റും താലേറ്റുകളും അതുപോലെ പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്നതാണ്. പിന്നെ പെർക്ലോറേറ്റ് ഉണ്ട്, പിന്നെ നിരവധി പെസ്റ്റിസൈഡും ആൽക്കൈൽ ഫിനോൾസും ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ തന്നെ എൻഡോക്രൈനെ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറയും. അതായത് നമ്മുടെ എൻഡോക്രൈൻ വ്യവസ്ഥയെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന രാസവസ്തുക്കളാണ്. പിന്നീടുള്ളത് ഈ PFAS എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. പിന്നെ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്. ഈ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വേറൊരു തമാശയാണ്. നമ്മളിപ്പോൾ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിലെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിനകത്തുള്ള ഈ മൈക്രോ എലിമെന്റ്സ് വീണ്ടും പ്രശ്നക്കാരാണ്. ഉദാഹരണം മൈക്രോ ബീഡുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ നമ്മുടെ ഫേസ് വാഷിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ മെറ്റീരിയലാണ്. മൈക്രോ ഫൈബർ, നമ്മൾ തുണി പ്രത്യേകിച്ചും സിന്തറ്റിക് ക്ലോത്തുകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ തിരിച്ച് വെള്ളത്തിലേക്ക് എത്തുന്ന മൈക്രോ ഫൈബർ, നൈലോൺ, പോളിസ്റ്റർ, പിന്നെ ഫ്രാഗ്മെന്റുകൾ, ഫോംസ്, ഫിലിംസ്, നേഡിൽസ്, ഇതെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ ഗണത്തിൽ വരുന്നവയാണ്. അതിലേക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഹെവി മെറ്റലുകൾ, ഖനലോഹങ്ങളുണ്ട്, ഒരു സീരീസ് ഓഫ് ഖനലോഹങ്ങളുണ്ട്, ഫ്ലെയിം റിട്ടാർഡന്റുകളുണ്ട്. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ കെമിക്കലുകളാണ്. പിന്നെ നമുക്ക് നാനോ മെറ്റീരിയൽസ് ഉണ്ട്, പ്രത്യേകിച്ചും സിൽവർ നാനോ പാർട്ടിക്കിൾസ്, കാർബൺ നാനോ ട്യൂബ്സ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ അതിസൂക്ഷ്മങ്ങളായ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിനെല്ലാം കൂടി ചേർത്ത് പൊതുവായി പറയുന്ന പേരാണ് എമർജിങ് കെമിക്കൽസ് എന്നുള്ളത്. അതിന് പല സ്രോതസ്സുകളുണ്ട്. ഉദാഹരണം ഇൻഡസ്ട്രിയൽ സ്രോതസ് ഉണ്ട്, നമ്മളെ ഡയറ്റ് ഉണ്ട്, ചിലതൊക്കെ അന്തരീക്ഷം വായു വഴി തന്നെ കടലിലേക്ക് എത്തുന്നവയാണ്. ഇങ്ങനെ പല സ്രോതസ്സുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പലതും മനഃപൂർവ്വം കടലിലേക്ക് എത്തുന്നവയാകുന്നതല്ല. ചിലതൊക്കെ ചിലപ്പോൾ ആക്സിഡന്റ് വഴി തിരിച്ച് കടലിലേക്ക് എത്തുന്നവയാണ്. പ്രത്യേകിച്ചും ഷിപ്രക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കപ്പല് കടലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒന്നാമത്തേത് പിന്നെ ഡിസ്ചാർജ് ആണ്, പ്രത്യേകിച്ചും ബലസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ആണ്. ബലസ്റ്റ് വാട്ടർ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ കൊച്ചിയിലെ കപ്പൽ പറഞ്ഞത് ബാലസ്റ്റിങ്ങിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ആണെന്ന് പറയുന്നു. അതായത് ഒരു കപ്പല് ചരക്ക് കയറ്റാനായിട്ട് ഒരു സ്ഥലത്ത് വന്നു, ഒരു ഷിപ്പിംഗ് ഹാർബറിൽ വന്നു, ചരക്കൊക്കെ കയറ്റുന്ന സമയത്ത് ബാലൻസ് ഇങ്ങനെയാണ് മെയിൻ പ്രശ്നം. പ്രത്യേകിച്ച് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഈ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നത് അതിന്റെ ഉള്ളിലെ അറകളിൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയിട്ട് ആ വെള്ളത്തിന്റെ ഒരു ബാലൻസും കൂടെ വെച്ചിട്ടാണ് മൊത്തത്തിൽ ഷിപ്പ് അതിന്റെ ബാലൻസിങ് ശരിയാക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം കയറ്റിയിട്ട് അത് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ട് ഈ ചരക്കുകളൊക്കെ ഇറക്കുന്ന സമയത്ത് വീണ്ടും ബാലൻസിങ് ശരിയാക്കാനായിട്ട് വെള്ളം പമ്പ് ചെയ്ത് കളയും.
അപ്പോൾ ആ വെള്ളവും അതിനകത്തുള്ള ജീവികളും സൂക്ഷ്മാണുക്കളും ഒക്കെ കടലിന്റെ വേറൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതിനിപ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. അത് അങ്ങനെ പല ഇൻവേസീവ് സ്പീഷീസും അധിനിവേശ ജീവികളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. കപ്പൽ ഓടുമ്പോൾ തന്നെ ഒരുപാട് പൊല്യൂട്ടൻസ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ നോയിസ് പൊല്യൂഷൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്നറിയാം, കപ്പലിന്റെ അടിയിൽ തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് ഒരുപാട് പെയിന്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആന്റി ഫൗളിംഗ് പെയിന്റുകൾ എന്ന് പറയാം. ജീവികളെ പറ്റിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഈ പെയിന്റ് നടത്തുന്നത്. പ്രത്യേകിച്ച് TBT പോലുള്ള പെയിന്റുകൾ നിറയെ ഖനലോകങ്ങളുണ്ട്. അതൊരു വലിയ പൊല്യൂട്ടന്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ മാറ്റം വരുന്നുണ്ട് പല നിയമങ്ങൾ വന്നതോടുകൂടി. അപ്പോൾ കപ്പൽ ഓടുന്നത് തന്നെ പല രീതിയിൽ അത് കപ്പൽ അപകടം ആവണമെന്നില്ല. കപ്പൽ ഓടുമ്പോൾ തന്നെ ഒരുപാട് തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കപ്പൽ മറിഞ്ഞാൽ, കപ്പൽ അപകടത്തിൽ വന്നാൽ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ ആക്സിഡന്റ് ആവാം, കൂട്ടിയിടിച്ച് മറിയാം. അതല്ലെങ്കിൽ അതിന്റെ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടുവരാം. മനുഷ്യന്റെ എറർ, നമ്മൾ കാൽക്കുലേഷനിൽ വരുന്ന എറർ വരാം, മെക്കാനിക്കൽ ഫെയിലിയർ വരാം. പിന്നെ ചില സ്ഥലങ്ങളിൽ കപ്പല് കൊള്ളക്കാര് കൊണ്ടുപോകാറുണ്ട്. കാലാവസ്ഥ മാറിയാലും വാറ് വന്നാലും ഒക്കെ ഈ കപ്പലിൽ അപകടം സംഭവിക്കാം. ഈ ഒരുപാട് ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നതെല്ലാം മൗറീഷ്യസിൽ നടക്കുന്ന ഒരു കപ്പലപകടം, ശ്രീലങ്കയിൽ 2021 നടന്നത്. അത് കഴിഞ്ഞാൽ കൊച്ചിയിലാണ് ഏറ്റവും വലിയ അപകടമായിട്ട് അടുത്ത കാലത്തുള്ളത് നമുക്ക് കണക്കാക്കേണ്ടത്. ഓക്കെ, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ എല്ലായിടത്തും കപ്പലപകടം നടക്കുന്ന ധാരണ വേണ്ട. ലോകത്ത് കപ്പലപകടം നടക്കുന്നത് വളരെ റെയറാണ്. അതും കൂടി മനസ്സിലാക്കണം. ഏതാണ്ട് ഓരോ വർഷവും 250 മില്യൺ കണ്ടെയ്നേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 1000 കണ്ടെയ്നേഴ്സ് മാത്രമേ വെള്ളത്തിലേക്ക് പോകാറുള്ളൂ. കാരണം പുതിയ നിയന്ത്രണങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നതോടുകൂടി കപ്പലപകടം എന്ന് പറയുന്നത് വളരെ കോമൺ അല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പണ്ട് വളരെയധികം ഓയിൽ പൊല്യൂഷൻ, എണ്ണ മലിനീകരണം കേട്ടുകൊണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അതധികം കേൾക്കാറില്ലാത്തത്. കൃത്യമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള ടെക്നോളജികൾ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതെല്ലാം വന്നതോടുകൂടി ഈ കണ്ടെയ്നേഴ്സ് കടലിലേക്ക് എത്തുന്നതിന്റെ അളവ് വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2023 ആ കൂടെ 221 കണ്ടെയ്നറാണ് 250 മില്യൺ ഉണ്ടായിരുന്നതിൽ കടലിലേക്ക് എത്തിയത് എന്നുള്ളതാണ് 2023 കണക്ക്. ശരാശരി ഒരു വർഷം 1000-ലധികം കണ്ടെയ്നർ ഒരിക്കലും കടലിലേക്ക് പോകാറില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ കപ്പലപകടം നടന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ചില മേഖലകളിൽ, പ്രത്യേകിച്ചും സുയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, ഏറ്റവും അധികം ഷിപ്പ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന മേഖലകളിൽ തന്നെയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും അധികം സാധ്യത ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും സുയസ് കനാല്, പനാമ കനാലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, പ്രത്യേകിച്ചും ഈ ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെട്ട ഈ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിലും ഇത് സാധാരണഗതിയിൽ അടുത്ത കാലത്ത് നിരവധി കപ്പലപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതിന്റെ എന്തുകൊണ്ട് നടന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ നടക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ ഏറ്റവും അധികം കപ്പലപകടം നടന്നിരിക്കുന്നത് തീരക്കടലിലല്ല, ഉൾക്കടലിലാണ്. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. ഓപ്പൺ സീയിലാണ് ഏറ്റവും അധികം കപ്പലപകടം നടന്നിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അധികം നടന്നിരിക്കുന്നത് കോസ്റ്റൽ വാട്ടേഴ്സിലാണ്, തീരക്കടലിലാണ്, പിന്നെ കനാലുകളിലാണ്. അപ്പൊ ഏറ്റവും അധികം കപ്പലപകടം നടക്കുന്നത് അതിന്റെ കാരണമുണ്ട്. കാരണം പ്രധാനപ്പെട്ട കപ്പൽ പാതകൾ എന്ന് പറയുന്നത് ഉൾക്കടലിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഉൾക്കടലില്ല, പുറംകടലിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കപ്പലപകടം നടന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളത് ഒരു രേഖാചിത്രം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ കപ്പലും വളരെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത് ടണ്ണ് കണക്കിന് ഓയിൽ ഉണ്ടാകാം, ഫ്യൂവൽ ഉണ്ടാകാം, ഡീസൽ ആയിരിക്കാം പ്രധാനമായിട്ട് ഉണ്ടാകുക. അത് തീർച്ചയായിട്ടും അപകടം നടക്കും, പുറത്തേക്ക് വരാം. പിന്നെ ഇത് കൊണ്ടുപോകുന്നതിനകത്തും ഈ ഡീസൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാം, ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തത് ഹസാഡസ്, ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷനിലുള്ള മെറ്റീരിയൽ എന്താണ് എന്നനുസരിച്ചിട്ടാണ് ഈ പൊല്യൂഷന്റെ രീതി വരുന്നത്. ഉദാഹരണം, നമ്മളിപ്പോൾ കൊച്ചിയിൽ കണ്ടതിനകത്ത് ഹസാഡസ് മെറ്റീരിയൽ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഹെവി മെറ്റൽ ഇല്ല. ഇതൊക്കെ തന്നെ തിരിച്ച് ജലപ്രവാഹത്തിന്റെ രീതി അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാം എന്നുള്ളതാണ്. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പലപ്പോഴും നമ്മൾ കണക്കാക്കാത്തത്, ഈ കണ്ടെയ്നർ തന്നെ ഒരു വലിയ പൊല്യൂട്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ വർഷവും കടലിൽ കപ്പൽ ഗതാഗതത്തിലൂടെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ വസ്തുവകകൾ പല തരത്തിലുള്ളവയാണ്. ആയിരക്കണക്കിന് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വസ്തുവകകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് സാധാരണ കാറുകൾ മുതൽ വലിയ ബസ്സുകൾ മുതൽ
വിമാനങ്ങൾ വരെ പലപ്പോഴും ഇങ്ങനെ കപ്പൽ വഴി കൊണ്ടുപോകാറുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ കണ്ടെയ്നർ തന്നെ ഒരു പൊല്യൂട്ടന്റ് ആണ്. കാരണം കണ്ടെയ്നർ കേരളത്തിലും അടുത്ത കാലത്ത് പറഞ്ഞു കണ്ടെയ്നർ തട്ടിയിട്ട് പല ഫിഷിംഗ് വെസൽസിന് കേടുവന്നു എന്ന് പറഞ്ഞു, സാമഗ്രികൾക്ക് കേടുവന്നു എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടെയ്നർ വളരെ കട്ടിയുള്ള ഉരുക്കുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വസ്തുക്കളും പലപ്പോഴും ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറാം. അതിനകത്ത് തന്നെ കോട്ടിങ്ങുകൾ ഉണ്ടാകും, അതിനകത്ത് തന്നെ പ്ലാസ്റ്റിക് ഉണ്ടാകും. ഇതെല്ലാം പിന്നെ ഒരു മലിനീകരണത്തിന് കാരണമാകുന്നു എന്നത് കൂടി മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് കൊച്ചിയിൽ നടന്ന കപ്പൽ ദുരന്തത്തിലേക്ക് വരാം. ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു കപ്പല് ചരിയുന്നു, കപ്പലിനകത്തുള്ള കണ്ടെയ്നേഴ്സ് തിരിച്ച് കടലിലേക്ക് എത്തുന്നു. ആദ്യം പറഞ്ഞിരുന്ന വസ്തു അതിനകത്ത് എന്തുണ്ട് എന്ന് പറഞ്ഞിരുന്നതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓയില്, പിന്നെ ഡീസല്, പിന്നെ ഒരു കാൽഷ്യം കാർബൈഡ് ഒരു 12 കണ്ടെയ്നർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത്രയാണ് പ്രധാനപ്പെട്ട കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നുള്ള ആദ്യത്തെ വിവരം വന്നിരിക്കുന്നത്. രണ്ടാമത് പിന്നീട് അടുത്ത കാലത്ത് 2 ദിവസത്തിന് മുമ്പ് അതിനകത്തുണ്ടായിരുന്ന വസ്തുക്കളുടെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള അതോ ഭാഗികമായിട്ടുള്ളതോ ആയ വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ചധികം വസ്തുക്കൾ കുറച്ചും കൂടി അഡീഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് ഉള്ള 2 ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഈ കപ്പല് അപകടം നടക്കുമ്പോൾ 2 ദിവസത്തിനകം തന്നെ ഇത് 2 കാര്യങ്ങൾ ഓർക്കണം. ഇത് എവിടെ നിന്ന് ആര് രജിസ്റ്റർ ചെയ്തു? ഇത് MSC എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന, കാർഗോ ട്രാൻസ്പോർട്ട് നടത്തുന്ന ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് MSC എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനി പല രാജ്യങ്ങളിലും കപ്പലുകൾ രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു വാഹനം വാങ്ങിയാൽ, ഇപ്പൊ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം, ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാം, എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം ലൈബീരിയ എന്ന രാജ്യത്താണ് ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മെയ് 25 കപ്പൽ അപകടം നടക്കുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ, അതിനകത്തുണ്ടായിരുന്ന എഞ്ചിനിലുണ്ടായിരുന്ന ഉൾപ്പെടെ ഓയിൽ പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഓയിലിന്റെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് ഓയിലിനെ നിയന്ത്രിക്കാൻ പറ്റും. ഓയിൽ മലിനീകരണം, എണ്ണ മലിനീകരണം നിയന്ത്രിക്കാൻ പറ്റും. അതെന്തുകൊണ്ട് എന്നുള്ളതും കൂടെ പറയാം. ഇത് 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, ഏത് കപ്പൽ അപകടം നടക്കുമ്പോഴും അതിനകത്തെ കണ്ടെയ്നറുകളിൽ എന്തുണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ വേണം. എന്തിനാണ് ധാരണ വേണ്ടത്? അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിന്റെ ഡിസാസ്റ്റർ, ഇതൊരു ദുരന്തമാണ്, ഈ ദുരന്ത ലഘൂകരണം അല്ലെങ്കിൽ ദുരന്ത പ്രതിരോധം, 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് പ്രതിരോധിക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുക. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഇതിനകത്തുള്ള ട്രാൻസ്പാരൻസിയാണ്. ഒരു കപ്പല് ഒരു തുറമുഖത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകുന്നുള്ള പല ഡോക്യുമെന്റുകളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അത്തരം ഡോക്യുമെന്റുകളിൽ എന്താണ് ഇതിനകത്ത് 648 കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ 640 കണ്ടെയ്നറിൽ 640 ഓരോന്നിലും എന്തൊക്കെയാണ്, അത് തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെടുന്നത് ആ തുറമുഖത്ത് രേഖപ്പെടുത്തുന്നത് പതിവാണ്. അത് കസ്റ്റംസ് പരിശോധിക്കും, ആ രേഖകൾ കൃത്യമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കുമ്പോൾ അതിനകത്ത് ഉള്ള കണ്ടെയ്നറിന്റെ കണ്ടൻസ് എന്താണെന്നുള്ളതിന്റെ കൃത്യമായ ഒരു ട്രാൻസ്പാരന്റ് ഡേറ്റയാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിരോധം തീർക്കാൻ പറ്റൂ, ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റൂ. ഇതൊരു ഡിസാസ്റ്ററാണ്, ഇതൊരു ദുരന്തമാണ്. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പൊ രണ്ടാമത്, ഇതിനകത്ത് ഉള്ള വസ്തുക്കൾ എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്താണ് ഈ മലിനീകരണം നടന്നത്, അപകടം നടന്നത് എന്നനുസരിച്ചിരിക്കും. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു തീരത്തിനോട് അടുത്ത അല്ലെങ്കിൽ ഷിപ്പിംഗ് പാത എന്ന് പറയുന്ന 50 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ്. ഇത് നടന്നിരിക്കുന്നത് ആലപ്പുഴ തീരത്തിന് തോട്ടപ്പള്ളിക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്, നമ്മുടെ ഏതാണ്ട് 20 നോട്ടിക്കൽ മൈലുള്ള ഒരു സ്ഥലത്താണ്. അതിന്റെ അർത്ഥം ഈ കപ്പലിന്റെ യാത്ര പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഉൾക്കടലിലേക്കാണ്, പുറംകടലിലല്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരള തീരത്ത് ഒരു അപ്വെല്ലിംഗ് ഏരിയയാണ്, മലബാർ അപ്വെല്ലിംഗ് സോൺ എന്ന് പറയും. അപ്വെല്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൺസൂൺ കാലത്ത് കാറ്റ് തീരത്തേക്ക് വീശുമ്പോൾ തെക്കോട്ടാണ് ആദ്യം നമുക്ക് ഈ ജൂൺ കഴിയുമ്പോൾ കാറ്റ് വീശുന്നത്. ഇത് തെക്കൻ കാറ്റെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അപ്പൊ തെക്കൻ കാറ്റ് വീശുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം തെക്കോട്ടായിരിക്കും വരിക. അപ്വെല്ലിംഗ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കാറ്റ് വീശുമ്പോൾ തീരത്തേക്ക് വീശുന്ന സമയത്ത് അടിയിലുള്ള തണുത്ത പോഷകങ്ങൾ നിറഞ്ഞ വെള്ളം തീരത്ത് ഉയർന്നു പൊങ്ങുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ അപ്വെല്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് മഹാരാഷ്ട്ര തുടങ്ങിയിട്ട് കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു അപ്വെല്ലിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അധികം മത്സ്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അപ്വെല്ലിംഗ് വരുമ്പോൾ നിറയെ പോഷകങ്ങളുള്ള വെള്ളം തീരപ്രദേശങ്ങളിൽ ഉണ്ടാകും, ഒരുപാട് പ്ലാങ്ക്ടൻസ് ഉണ്ടാകും. പ്ലാങ്ക്ടൻസ് കഴിക്കാനുള്ള പെലാജിക് മത്സ്യങ്ങൾ പ്രത്യേകിച്ചും നിരവധി ഈ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മത്സ്യ സമൃദ്ധമായി നമ്മുടെ കേരള തീരം മാറുന്നത്. ഇപ്പൊ ഇവിടെ ആക്സിഡന്റ് നടന്നത് മൺസൂൺ കാലത്തിലാണ്, കാലവർഷ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് സൗത്തിലേക്കാണ്, തെക്കൻ തീരപ്രദേശങ്ങളിലേക്കാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേണും ഉണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ടും കാറ്റിന്റെ വേഗത വളരെ ശക്തമായതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് വളരെ വേഗത്തിലായിരിക്കും, പ്രവാഹങ്ങളുടെ വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് നടന്ന് രണ്ടാമത്തെ ദിവസം ഈ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം 2 ജില്ല കഴിഞ്ഞ് തിരുവനന്തപുരം തീരത്തേക്ക് എത്തുകയാണ്. ആദ്യം കൊല്ലത്ത് വന്നു, പിന്നീട് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്തേക്ക് വന്ന കണ്ടെയ്നറുകളിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, പിന്നെ കാഷ്യൂ നട്ട് ഉണ്ടായിരുന്നു, മറ്റു വസ്തുക്കൾ തടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കണ്ടെയ്നറിലും ഓരോ സാധനമായിരുന്നു. ഏറ്റവും അധികം കണ്ടെയ്നർ തിരുവനന്തപുരം തീരത്തേക്ക് വരുമ്പോൾ അതിപ്പോ കന്യാകുമാരി ജില്ലയിലും ഉണ്ട്. അത് പ്ലാസ്റ്റിക് നേഡിൽസ് ആയിരുന്നു. ഇപ്പൊ ഈ കാണുന്നതെല്ലാം പ്ലാസ്റ്റിക് നേഡിൽസ് ആണ്. ഓക്കെ. അപ്പോ നമ്മള് ഒരു ദുരന്തം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ട് എന്ന് അറിയണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രതിരോധിക്കാൻ കഴിയൂ. അപ്പൊ ഈ പ്ലാസ്റ്റിക് നേഡിൽസ് എല്ലാം, ഇത് കോവളം തീരപ്രദേശമാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്, ഇത് മത്സ്യത്തൊഴിലാളികൾ. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പിന്നെ ഈ മേഖല, പ്രത്യേകിച്ചും ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട 10-35 കിലോമീറ്റർ റേഡിയസിലുള്ള മേഖലകളിലുള്ള മത്സ്യബന്ധനം നിരോധിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് ഈ കണ്ടെയ്നറുകൾക്കകത്ത് ഇപ്പോഴും രാസവസ്തുക്കളുള്ള 12ഓളം കണ്ടെയ്നറുകളുണ്ട്. പിന്നെ പുതിയ ലിസ്റ്റ് അനുസരിച്ച് പിന്നെയും ഒരു 10-15 കണ്ടെയ്നർ ഹൈഡ്രസൈൻ എന്ന് പറയുന്ന രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം ഏതാണ്ട് ഒരു 10-25 കണ്ടെയ്നറുകൾ, രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് എത്ര എണ്ണം കരയിൽ വന്നിട്ടുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അപ്പൊ അത് കടലിലേക്ക് എത്തിയാൽ എന്താവും എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണയില്ല. ഇത് പൊതുവെ ഇത് ഇന്റർനാഷണലി തന്നെ ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ധാരണക്കുറവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്കുകളാണ്. ഈ പ്ലാസ്റ്റിക് നേഡിൽസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ മത്സ്യബന്ധനം നടക്കുന്നില്ല അടുത്ത കാലത്തായിട്ട്. കഴിഞ്ഞ പിന്നെ ഇപ്പൊ ട്രോളിംഗ് നിരോധനവും വരികയാണ്. അപ്പൊ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ കാര്യമായ മത്സ്യബന്ധനം ഈ തീരത്ത് നടക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന തൊഴിൽ നഷ്ടം, മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ഒരു വശത്ത്. രണ്ടാമത് ഈ തീരങ്ങൾ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. അപ്പൊ ഇത് കോവളം തീരമാണ്. അപ്പൊ കോവളം തീരം സാധാരണ ഒരു ബീറ്റിംഗ് ബീച്ചാണ്, ആൾക്കാർ കുളിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ബീച്ചാണ്. അപ്പൊ ഇവിടെ ഇനി കാര്യമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം നടത്തണമെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതാണ്. ഇനി ഈ കാണുന്നതെല്ലാം, തീരത്ത് കാണുന്നതെല്ലാം വളരെ കുറച്ച് പ്ലാസ്റ്റിക് ആണ്. ഏതാണ്ട് ഞങ്ങള് പിന്നെ നോക്കുമ്പോൾ 4-5 കമ്പനികളാണ് അതിനകത്ത്, കമ്പനികളുടെ ചാക്കുകളാണ് ഇതിനകത്തുള്ളത്. അത് ഉള്ളത് പ്രധാനമായിട്ടും പോളിയെത്തിലിനും പോളിപ്രൊപ്പലിനും 2 തരത്തിലുള്ള അത് പോളിമറുകളാണ് പ്രധാനമായിട്ടും ഈ പ്ലാസ്റ്റിക് തരികളിലെല്ലാം കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യും. എന്ത് ദുരന്തം നടന്നാലും പ്ലാസ്റ്റിക്, ഇതിന് മുമ്പുള്ള ചില ചെറിയ ചെറിയ സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും പ്ലാസ്റ്റിക് പൊല്യൂഷൻ, നേഡിൽ പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ തീരത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ തോതിൽ പ്ലാസ്റ്റിക് തരികൾ എത്തുന്നത്. എന്തിനാണ് ഈ പ്ലാസ്റ്റിക് തരികൾ ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് തരികൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വൈറ്റ് ടൈഡ്സ് എന്നാ പറയുക. വൈറ്റ് ടൈഡ്സ് എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അപ്പോൾ വെളുത്ത നിറത്തിലായിരിക്കും വെള്ളം കാണപ്പെടുക. അതിനാണ് ഈ പ്ലാസ്റ്റിക് തരികൾ. പ്ലാസ്റ്റിക് തരികൾ ഒരു മൈക്രോ പ്ലാസ്റ്റിക് ആണ്. 5 മില്ലിമീറ്ററിനെക്കാളും ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ്, തരികളാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നേരിട്ട് ഇതിൽ നിന്ന് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവാണ്. അതിന്റെ പെല്ലറ്റിന്റെ രൂപത്തിലാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അതിനെ ഉരുക്കിയിട്ടാണ് ഈ നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ ഇതെല്ലാം ആയിട്ട് മാറുന്നത്. ഓക്കെ. ഇനി ഇതും ഓയിൽ മലിനീകരണവും തമ്മിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. പ്ലാസ്റ്റിക് നേഡിൽസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. അതിൽ നിന്ന് നേരിട്ട് പ്ലാസ്റ്റിക് ഉണ്ടാക്കാം. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവും. ഇപ്പം നമുക്ക് ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ടായിരുന്നത് ഡീസലും എഞ്ചിൻ ഓയിലുമാണ്. വിസിബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. ഓയിൽ മലിനീകരണവും പ്ലാസ്റ്റിക് മലിനീകരണവും തമ്മിലുള്ള, പ്ലാസ്റ്റിക് നേഡിൽ മലിനീകരണവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഒന്ന്, ഓയിൽ മലിനീകരണം, പിന്നെ മലിനീകരണം നടന്നാൽ നമുക്ക് സർഫസിൽ നോക്കി അറിയാൻ പറ്റും. ഓയിലിന്റെ ഒരു പാട ഉണ്ടാവും, അതിവിടെ ഉണ്ടാവില്ല. ഇത് പിന്നെ റിലേറ്റീവ്ലി ഒരു ഒപ്പേക്കാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഓയില് കുറച്ചു കാലം കഴിയുമ്പോൾ പല വസ്തുക്കളായിട്ട് മാറ്റപ്പെടാം. ഇനി നമുക്ക് ഓയിലിനെ പ്രതിരോധിക്കാനുള്ള പുതിയ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ഇന്ത്യയിൽ അതിന്റെ ഏജൻസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോസ്റ്റ് ഗാർഡാണ്. അപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഈ തീര സംരക്ഷണത്തിന് അപ്പുറമുള്ള പ്രധാനപ്പെട്ട ജോലി ഇതുപോലുള്ള മലിനീകരണത്തിൽ ഇടപെടുക, അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഇവിടെ ചെയ്തു. അതുകൊണ്ടാണ് എണ്ണ മലിനീകരണം വലിയൊരു ഭീഷണിയായിട്ട് തിരിച്ചു മാറാത്തതെന്നുള്ളതാണ്. അതേസമയം ഈ പ്ലാസ്റ്റിക് തടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒന്ന്, ഇത് ദീർഘകാലം എന്ന് പറയുന്നത് 100 കണക്കിന് വർഷങ്ങൾ മാറ്റങ്ങളൊന്നുമില്ല നിൽക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കൂ, ഇത് തെക്കൻ കാറ്റാണ്. നമുക്ക് സെപ്റ്റംബർ അവസാനം വരെ ഈ കാറ്റ് തെക്കോട്ടാണ്. അതിന്റെ അർത്ഥം
ഈ നമുക്കൊരു ചെറിയൊരു ശതമാനം മാത്രമേ തീരപ്രദേശത്ത് വന്നിട്ടുള്ളൂ പ്ലാസ്റ്റിക് നേഡിൽസ്, ബാക്കി മുഴുവൻ കടലിലാണ്. ഇനി ഒക്ടോബർ ആകുമ്പോൾ വടക്കൻ കാറ്റാണ് ഉണ്ടാകുക. അപ്പോൾ കാറ്റ് തീർച്ചയായിട്ടും വടക്കോട്ട് പോകും. കുറച്ച് വസ്തുക്കൾ ശ്രീലങ്കയിൽ നമ്മുടെ ലക്ഷദ്വീപിലെ കോറൽസിൽ എത്താനുള്ള സാധ്യതയുണ്ട്. വടക്കൻ കാറ്റാകുമ്പോൾ കേരളത്തിന്റെ വടക്കൻ ഭാഗത്തേക്ക് ഈ നേഡിൽസ് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്, ലെസ് വെയിറ്റ് ആണ്. വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ച് ഈ ഇന്നും നാളെയും അല്ല, നൂറുകണക്കിന് വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എടുത്തു മാറ്റുക എന്നുള്ളതിനൊരു സാങ്കേതിക വിദ്യ, വെള്ളത്തിൽ നിന്ന് മാറ്റുക എന്ന സാങ്കേതിക വിദ്യ ലോകത്തെവിടെയും ഇന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. തീരപ്രദേശങ്ങളിൽ പുതിയ ടെക്നോളജികളുണ്ട്, വാക്യൂം പമ്പ് വെച്ചിട്ടുള്ള മെഷീൻസ് ഒക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അരിച്ചു മാറ്റാം, അത് ലേബർ ഇന്റൻസീവ് ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അപ്പെല്ലിംഗ് ഏരിയ ആയ കേരള തീരത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എൻവയോൺമെന്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇതിനെയൊക്കെ മത്സ്യങ്ങൾ കഴിക്കാം, അതിന്റെ ഇൻഡസ്ട്രീനൊക്കെ ബ്ലോക്കേജ് ഉണ്ടാവാം, അതിനകത്തുള്ള രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ടോക്സിസിറ്റി ഉണ്ടാവാം. ഇനി കുറെ കാലങ്ങൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ഇത് അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറാം, നാനോ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറാം. അങ്ങനെ കുറച്ചും കൂടി ജീവികളുടെ ശരീരത്തിലേക്ക് കയറി കൂടാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടും. എത്ര കാലം വെള്ളത്തിൽ കിടക്കുന്നു അത്രയും കാലം ഇതിനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എക്കണോമിക് ഇമ്പാക്ട് ഞാൻ പറഞ്ഞു, നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ തീരപ്രദേശങ്ങളിലെ ടൂറിസത്തിനെയൊക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ക്ലീനപ്പ് ചലഞ്ചാണ്. ഇനി ഇത് എടുത്തു മാറ്റുക എന്നുള്ളത് വലിയ ചെലവേറിയ പരിപാടിയാണ്. ഇത് ആര് ഈ ചെലവ് വഹിക്കും? തീർച്ചയായിട്ടും ഈ ഇന്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ ആക്സിഡന്റിൽ കേസെടുക്കാം, കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം. പക്ഷെ പ്രശ്നം എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇതൊരു കമ്പനിയുടെ ബാധ്യതയാണെന്ന് എഴുതി വെച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് പൊല്യൂഷൻ ഇന്റർനാഷണൽ എഫേർട്ടിനകത്ത് ഇപ്പൊ ശ്രീലങ്കയിൽ നടന്നപ്പോൾ അവർ കൃത്യമായിട്ട് കമ്പനികളെ സ്വാധീനിച്ചിട്ട് പിന്നെ അവർക്ക് വളരെ നല്ലൊരു കോമ്പൻസേഷൻ എക്കോസിസ്റ്റം ലോസിനും ഈ ഫിഷർമെന്റെ വരുമാന നഷ്ടത്തിനും ഒക്കെ ഒരു വലിയൊരു തുക കോമ്പൻസേഷനായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടി വരും ഇനിയുള്ള സമയത്ത്. ഈ കോസ്റ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റൽ ക്ലീനപ്പ് തീരം മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ കൂടെ ഓർക്കുക. അപ്പോൾ അതൊരു വലിയ ചെലവേറിയ പരിപാടിയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും കമ്പനിയുടെ ഒരു ബാധ്യതയായിട്ട് മാറേണ്ടുന്ന ഒരു സമയമാണ്. ഓയിലിനാണെങ്കിൽ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് നമുക്ക്. ഇപ്പൊ നമുക്ക് ഒരു സാങ്കേതിക വിദ്യയില്ല. ഈ നേഡിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അരിപ്പ വെച്ചിട്ട് അരിച്ച് എടുത്ത് മാറ്റുക, എന്നിട്ട് അതിനെ വീണ്ടും പുനരുപയോഗിക്കുകയൊക്കെ ചെയ്യാം. അത് നമുക്ക് ചെയ്യാം. അതല്ലാതെ വേറൊരു ടെക്നോളജി ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ഉള്ളത് ഈ ഓയിൽ പൊല്യൂഷന് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്കില്ലാത്തത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. അത് ഈ നേഡിൽസ് മാറ്റാനായിട്ട് ഇപ്പൊ ഇല്ല. ഈ കാര്യം ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനം ഇനി വരുന്ന 2050 ആകുമ്പോൾ ഏതാണ്ട് 2 ഇരട്ടി അല്ല 3 ഇരട്ടിയായിട്ട് മാറുമെന്നുള്ളതാണ് പ്രൊജക്ഷൻസ്. അതിന്റെ അർത്ഥം ഇനിയും പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അതിന്റെ സാധ്യതകളൊക്കെ കൂടും. രണ്ടാമതൊരു കാര്യം ഓർക്കേണ്ടത്, ഈ കഴിഞ്ഞ വർഷം വരെ ചൈന ആയിരുന്നുവെങ്കിൽ ഈ വർഷം ലോകത്ത് ഏറ്റവും അധികം പ്ലാസ്റ്റിക് മലിനീകരണം നടത്തിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ ലോകത്തിൽ ആദ്യത്തെ രാജ്യമായിട്ട് മാറുന്ന ഒരു സമയവും കൂടിയാണ്. കടലിലെ പ്ലാസ്റ്റിക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അതായത് ഈ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ കടലിൽ നിങ്ങൾക്കറിയാം വലിയ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, അതുപോലെ തന്നെ തിരമാലയുണ്ട്. ഇതെല്ലാം കൊണ്ട് വളരെ പെട്ടെന്ന് മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറ്റപ്പെടാം. അപ്പൊ അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുമ്പോൾ അതിന്റെ ചുറ്റും ആ കഷ്ണങ്ങളുടെ ഉപരിതലത്തിൽ ഹെവി മെറ്റൽസ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, സൂക്ഷ്മജീവികൾ, രോഗാണുക്കൾ ഇതെല്ലാം അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിക്കാണ് പ്ലാസ്റ്റിസ്ഫിയർ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസ്ഫിയർ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നിർവഹിച്ച ഒരു ടെർമിനോളജിയാണ്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ പുറത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന ജീവജാലങ്ങൾ, അതുപോലെ തന്നെ ആ ജീവജാലങ്ങളുടെ ഒരു സമൂഹത്തിനെയാണ് പ്ലാസ്റ്റിസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരുപാട് പാത്തജൻസ്, രോഗാണുക്കൾ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് വഴി യാത്ര ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി വേറൊരു ടെർമിനോളജിയും കൂടി അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അത് നിയോപെലാജിക് പ്ലാസ്റ്റിക് കമ്മ്യൂണിറ്റി എന്ന്. നിയോപെലാജിക് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക് ഒഴുകി നടക്കുന്നുണ്ട്. ആ ഒഴുകി നടക്കുന്ന ഓരോ പ്ലാസ്റ്റിക് കൂട്ടവും ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ആ ജീവികൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാം. ഇത് വെറും ഒരു അതിശോക്തിയല്ല. അങ്ങനെയുള്ളൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നത് 2011 ജപ്പാനിലെ സുനാമിക്ക് ശേഷമാണ്. അപ്പോൾ അവിടെ ഒരു സുനാമിക്ക് ശേഷം ഈ ചില ജീവികൾ, ജപ്പാനിലെ തീരത്തുള്ള ചില ജീവികൾ ഏതാണ്ട് 1000കണക്കിന് കിലോമീറ്റർ, 100കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് സമുദ്രജല പ്രവാഹങ്ങൾ വഴി അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ കാലിഫോർണിയയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതെടുത്തത് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഈ 280ഓളം ജീവജാലങ്ങൾ ഇത്രയും അധികം ദൂരം പ്ലാസ്റ്റിക്കിന്റെ പുറത്ത് കയറി, അതായത് അതിൽ പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പൊ അതിന്റെ അങ്ങനെ എക്സാമ്പിൾ, അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളത്
കണക്കും വരുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ ലോകത്തെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നടന്ന ഒരു കപ്പൽ അപകടമാണ്. ഈ കപ്പൽ അപകടം വന്നിട്ട് അന്ന് കപ്പലിലുണ്ടായിരുന്ന എല്ലാം കളിപ്പാട്ടങ്ങളാണ്, പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളാണ്. ഈ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 30 കൊല്ലം ആകുന്നു. ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ മാറിയിട്ട് ഈ ഈ കളിപ്പാട്ടങ്ങൾ എത്തിച്ചേരുന്നു. ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. സമുദ്രത്തിൽ ഒരു ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് മലിനീകരണം നടന്നാൽ ഇതെങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും വളരെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ ജപ്പാനിൽ നടന്ന സുനാമിക്ക് ശേഷം പ്ലാസ്റ്റിക്കിൽ കയറി ജീവജാലങ്ങൾ വേറൊരു വശത്തേക്ക് എത്തുന്നതും പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അപകടത്തിന് ശേഷം എത്തിപ്പെടുന്നതെല്ലാം ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. എങ്ങനെയാണ് കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നടന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് കരയിൽ ഉള്ള പ്ലാസ്റ്റിക് മലിനീകരണം കാണാൻ കഴിയാം. എന്നാൽ അത് പലപ്പോഴും കടലിൽ ഇത് കാണാൻ കഴിയില്ല. ഇതാണ് വേറൊരു വലിയ വ്യത്യാസം. ഇത് തിരുവനന്തപുരത്ത് പൂന്തറയിൽ നിന്നൊരു ദൃശ്യമാണ്. ഓഖിക്ക് ശേഷം ഒരു സൈക്ലോണിന് ശേഷം ഈ കടലിന്റെ അടുത്തിൽ കിടന്ന മാലിന്യങ്ങളെല്ലാം പൂന്തറ വില്ലേജിലേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പോൾ പലപ്പോഴും കടലിനടിയിലുള്ള മാലിന്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, പക്ഷെ അത്രയധികം മാലിന്യങ്ങൾ അടിയിലുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ വലിയ ചലഞ്ച് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കപ്പലപകടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഒന്ന്, കൃത്യമായിട്ട് നമുക്ക് പ്രോട്ടോകോൾ ഇല്ല. ഇപ്പൊ ഈ ദുരന്തം ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടാക്കുക. ഒന്ന്, ഇതുപോലെ ഒരു ദുരന്തം നടക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് കണ്ടെയ്നറിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു മുൻധാരണ ഉണ്ടാകുക. അതിനനുസരിച്ച് ഓരോ വസ്തുക്കൾക്കും ഉള്ള കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടാക്കുക, പ്രൊസീജിയർ ഉണ്ടാക്കുക, SOP ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളതാണ്. ഇനി പ്ലാസ്റ്റിക്കിന്റെ കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ലോകത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് അരിച്ചു മാറ്റാം, ചില വാക്യൂം സിസ്റ്റം വെച്ചിട്ട് ഇതിനെ നമുക്ക് എടുത്തു മാറ്റാം തീരപ്രദേശങ്ങളിലാണെങ്കിൽ. കടലിലാണെങ്കിൽ യാതൊരു സാധ്യതയില്ല, നീക്കം ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. റിമോട്ട് സെൻസിങ് ടെക്നോളജി ഉപയോഗിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അടിയിലേക്ക് സെറ്റിൽ ചെയ്യും. അപ്പൊ അതൊരു വലിയ ചലഞ്ചാണ്. നമുക്ക് പ്രവാഹങ്ങൾ അനുസരിച്ചിട്ട് സിമുലേഷൻ മോഡലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങോട്ടേക്കൊക്കെ പോകും, കറണ്ട് അനുസരിച്ചിട്ട്, കാറ്റനുസരിച്ച് എന്നൊക്കെ ഉള്ളതിന്റെ മോഡലുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമുക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ബയോ റെമഡിയേഷനും ഒക്കെ ഉള്ള സാധ്യതകൾ കുറവാണ്. കാരണം നമുക്ക് ചില സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് വിഘടിച്ച് മാറ്റാം എന്നുള്ളൊരു ധാരണയുണ്ട്. ഇതെല്ലാം ലബോറട്ടറികളിൽ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഒരു വലിയ ആവാസ വ്യവസ്ഥയിൽ നേരിട്ട് പരിശോധിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളൊക്കെ വെല്ലുവിളികളുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു വലിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇനി ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ഓയിൽ അബ്സോർബ് ചെയ്യുന്നത് പോലെ ചില പ്ലാസ്റ്റിക്കിനെ അബ്സോർബ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ജീവജാലങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എൻവയോൺമെന്റൽ DNA എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. എൻവയോൺമെന്റൽ DNA പരിശോധിച്ചിട്ട് അവയെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് റോബോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നേടിലിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു സാധ്യത പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക. നിലവിൽ ഇതിനകത്ത് കൃത്യമായിട്ടൊരു ഇടപെടൽ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ വെല്ലുവിളിയായിട്ട് കാണേണ്ടത്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ജീവജാലങ്ങളിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിക്കും. ആസച്ച് നമുക്ക് ഈ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പൊ മത്സ്യം കഴിക്കാമോ? ഇപ്പൊ പ്ലാസ്റ്റിക് കഴിച്ച ഒരു മത്സ്യത്തിനെ ഇപ്പൊ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പ്ലാസ്റ്റിക് അബ്സോർപ്ഷൻ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. അതേസമയം നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും മോണിറ്ററിംഗ് ആണ്. ഈ ഇവിടെ ഉള്ള മത്സ്യങ്ങളിൽ എല്ലാം തീർച്ചയായിട്ടും ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് തരികൾ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അത് പുറന്തള്ളപ്പെടും. ചില സമയത്ത് ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളായി കഴിഞ്ഞാൽ അതിനകത്തുള്ള രാസവസ്തുക്കൾക്ക് ശരീരത്തിനേക്ക് ആഗിരണം ചെയ്യപ്പെടാം. അതിസൂക്ഷ്മ വസ്തുക്കൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മസിൽസിൽ ഉൾപ്പെടെ എത്തിച്ചേരാം. കാരണം ഞങ്ങൾ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പഠനങ്ങൾ കേജ് കൾച്ചർ ചെയ്ത മത്സ്യങ്ങളിലൊക്കെ അതിന്റെ മസിലില്, ശരീരത്തില്, ബ്രെയിനകത്ത് ഇതെല്ലാം മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ ശരീരത്തിലേക്ക് മുഴുവനായിട്ട് ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എത്തപ്പെടാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പിന്നെ നമ്മുടെ ഭക്ഷ്യശൃംഖലയുടെ മുകളിലേക്ക് പോകുന്തോറും ഈ രാസവസ്തുക്കളുടെ ഒരു അക്യുമുലേഷൻ സംഭവിക്കാം. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയും. ഈ ബയോമാഗ്നിഫിക്കേഷനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് മാത്രമല്ല അടിത്തട്ടിലേക്കാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പൊ അടിത്തട്ടിലെ ജീവജാലങ്ങളിൽ, ഫിൽട്ടർ ഫീഡ് ചെയ്യുന്ന ജീവജാലങ്ങളിൽ ഇതിന്റെ എണ്ണം വളരെയധികം ആകാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റു ജീവികളുടെ ആഹാരവും കൂടിയാണെന്നുള്ളത് ഓർക്കുക എന്ന് അതും കൂടി നമ്മൾ ഓർക്കണം. പിന്നെ ഇത് നമ്മുടെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. ഇതും ഹൈപ്പത്തറ്റിക്കലായിട്ടുള്ളതല്ല, ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ
ജീവജാലങ്ങൾ ആഹാരമാക്കുന്നത്, അത് വെച്ചിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പഠനങ്ങൾ ഒക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അത് മാത്രമല്ല, പിന്നെ എങ്ങനെയാണ് മൈക്രോപ്ലാസ്റ്റിക് പിന്നെ മറ്റു ജീവികളെ, മറ്റു സൂക്ഷ്മജീവികളെ, മറ്റു രാസവസ്തുക്കളെ എല്ലാം അബ്സോർബ് ചെയ്യുന്നത്, എന്ന് ഞാൻ എൻ്റെ പുറത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇനി വളരെ രസകരമായ ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പ്ലാസ്റ്റിക് ഒരു കാർബൺ ന്യൂട്രിയൻ സൈക്കിളുകളെ ബാധിക്കുന്നത്, പ്രത്യേകിച്ചും ബാക്ടീരിയയെ, അതിനകത്ത് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ ഇതെങ്ങനെയാണ് ഇത്തരം ബയോജിയോ കെമിക്കൽ സൈക്കിളുകളെ, പ്രത്യേകിച്ചും കാർബൺ സൈക്കിളിനെയും നൈട്രജൻ സൈക്കിളിനെയും ന്യൂട്രിയൻ സൈക്കിളിനെയൊക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് പഠനം നടക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ അനേറോബിക് കണ്ടീഷൻ, ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്ലാസ്റ്റിക്കിന് ഉണ്ടാകുന്നത്, അതിനകത്ത് എങ്ങനെയാണ് ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള പഠനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു മേഖലയാണ്. ഇനിയുള്ളത് ഇത് വലിയ ചലഞ്ച് എന്തൊക്കെയാണ്? ചലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോഴും നമുക്ക് മൈക്രോപ്ലാസ്റ്റിക് വെള്ളത്തിലേക്ക് എത്തുന്നത് തടയാനുള്ള ഒരു സംവിധാനം, കൃത്യമായിട്ടുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്, ഇതിന്റെ എത്ര അളവിൽ മൈക്രോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതിനകത്തുള്ള രാസവസ്തുക്കൾ ഒരു ജീവിയുടെ ശരീരത്തിനകത്തേക്ക് കയറിയാൽ അതിന്റെ ത്രെഷോൾഡ് ലെവൽ എത്രയാണ്, എത്ര അളവ് വരെ ആകാം എന്നുള്ളതിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ ഇല്ല. നമ്മളിപ്പോഴും ലോ ഹൈ എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതാണ് വേറൊരു വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇനി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ഇതെല്ലാം ജീവജാലങ്ങൾ കഴിക്കും, അവരുടെ ശരീരത്തിലേക്ക് എത്താം, ഡൈജസ്റ്റീവ് ബ്ലോക്കേജ് ഉണ്ടാകാം, മാൽന്യൂട്രീഷൻ ഉണ്ടാകാം, രാസവസ്തുക്കളെല്ലാം അതിന്റെ ശരീരത്തിൽ എക്സ്പോസ്ഡ് ആണ് അങ്ങനെ വരുമ്പോൾ. രണ്ടാമത്, ഇതെല്ലാം ജീവികളുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടാം, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിനകത്തുള്ള രാസവസ്തുക്കൾ. അതൊക്കെ ഭക്ഷ്യശൃംഖലയുടെ മുകളിലേക്ക് പോകുന്നതോറും ബയോമാഗ്നിഫിക്കേഷൻ സംഭവിക്കാം. പിന്നെ സൂക്ഷ്മജീവികളിൽ ഇതെന്ത് വ്യത്യാസം വരുത്തും എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. കാരണം ഇതെല്ലാം അടിത്തട്ടിലാണ് എല്ലാം അവസാനം എത്തിച്ചേരുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ ഹാംഫുള്ളായുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് സാധ്യതകൾ നമ്മൾ പറയുന്നത്. പിന്നെ ഉണ്ടാകുന്നത് ബാക്കി ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അടുത്ത കാലത്ത് ഒരുപാട് പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിനകത്തുള്ള എമർജിങ് കണ്ടാമിനൻസ്, പ്രത്യേകിച്ചും നമ്മൾ PFA പോലുള്ള രാസവസ്തുക്കൾ, ബിസ്ഫിനോൾ പോലുള്ള രാസവസ്തുക്കൾ എങ്ങനെയാണ് പിന്നെ മത്സ്യങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കാം എന്നുള്ള പഠനങ്ങളെല്ലാം അടുത്ത കാലത്ത് വളരെയധികം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം മനുഷ്യന്റെ ഹെൽത്ത് റിസ്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഒരുപാട് ഉണ്ട്. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ഉള്ള പഠനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് മൈക്രോപ്ലാസ്റ്റിക്കുകൾ, നാനോ പ്ലാസ്റ്റിക്കുകൾ കടന്നു കയറാനുള്ള ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. പഠനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനകത്ത് ഒന്നാമത്തത്, അടുത്ത കാലത്ത് ബ്രെയിനിനകത്ത്, സ്പേമിനകത്ത്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത്, ലങ്സിനകത്ത്, ഇവിടെ എല്ലാം ഈ നാനോ പ്ലാസ്റ്റിക്കുകളുടെ ഒരു സാന്നിധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ എത്ര ഡോസിലാണ് അവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതിന്റെ തീവ്രത എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെയും നമ്മളെല്ലാം ഒരു പഠനത്തിന്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇതിനകത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൂടാണ്. ഇനി നമുക്ക് വേണ്ടത്, അവസാനത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് സൊല്യൂഷൻസ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ നിർത്താം. അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിയും. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് നേഡിൽസ് അല്ലാതെ നമുക്ക് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ആയിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു സർക്കുലർ എക്കോണമിയിലേക്ക് എങ്ങനെ മാറാൻ കഴിയും എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രണ്ടാമത്, ഇപ്പോൾ ഈ പൊല്യൂഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്, എങ്ങനെയാണ് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി വരിക, അതല്ലെങ്കിൽ ഉൽപാദകന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇതിനെ എങ്ങനെ കൂട്ടി ചേർക്കാം. ഉദാഹരണം, ഇന്ത്യയുടെ 2022 പ്ലാസ്റ്റിക് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസിനകത്ത് ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഉൽപാദകന്റെ ഉത്തരവാദിത്വം, അതായത് ഒരു പ്ലാസ്റ്റിക് മലിന വസ്തു ഉണ്ടായി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം, അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ മലിനീകരണം നടന്നാൽ അതിനകത്ത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ്. അത് ഇന്ത്യയിൽ പരീക്ഷണാർത്ഥം ചില കാര്യങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അത് ഈ ഇത്തരം ഇന്റർനാഷണലായിട്ട് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഈ കമ്പനികളുടെ ഇടപെടലിൽ ഷിപ്പ് ട്രാൻസ്പോർട്ടേഷനുള്ള വെല്ലുവിളികൾ പിന്നീട് പറയാം. പിന്നെ ഉള്ളത് റെമഡിയേഷൻ ടെക്നോളജികളാണ്. പ്രത്യേകിച്ചും പ്രത്യേകിച്ച് പുതിയ തരത്തിലുള്ള മലിനീകരണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് എമർജിങ് കണ്ടാമിനൻസിന്റെ കേസിൽ നമ്മൾ ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം പലതും അടുത്ത കാലത്തേക്ക് വന്നവയാണ്. അത് ഒറ്റ ടെക്നോളജി കൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാത്തിനെയും മാറ്റാൻ കഴിയില്ല. എന്നാലും നമുക്ക് അഡ്വാൻസ്ഡ് ഓക്സിഡേഷൻ പ്രോസസ് എന്നോ അല്ലെങ്കിൽ പിന്നെ പുതിയ നാനോ ടെക്നോളജി വെച്ചിട്ടുള്ള പിന്നെ റെമഡിയേഷൻ മെത്തേഡ്സിലൊക്കെ എക്സ്പെരിമെന്റ് ഒരുപാടെണ്ണം നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ ഗവേഷണം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് എമർജിങ് കണ്ടാമിനൻസിനെ നിയന്ത്രിക്കാനുള്ള ഗവേഷണം പല മേഖലകളിൽ പല തലത്തിൽ പല മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് നടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പിന്നെ ലോങ് ടേം ഇമ്പാക്ട് എന്താണ്, ലോങ് ടേം ഹെൽത്ത് ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടും പഠനങ്ങൾക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ആകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ലോങ് ടേം, പ്രത്യേകിച്ചും ഇതിന്റെ വിഷം അതുണ്ടാക്കുന്ന സ്വാധീനം, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പിന്നെ പഠനങ്ങൾ ദീർഘകാലത്തേക്ക് നടത്തേണ്ടുന്ന ഒരു ആവശ്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് കൂടെ വേണ്ടത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഇതിനകത്ത് വൈദഗ്ധ്യമുള്ള അന്തർദേശീയ സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തിലും അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടി വരും, അത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം ഇത്തരം ടെക്നോളജികൾ, എമർജിങ് കണ്ടാമിനൻസിനെ തടയാനുള്ള ടെക്നോളജികൾ, അതുപോലെ തന്നെ ഇതിനെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ നമ്മൾ അധികം മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെസിഫിക് ആയിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അന്തർദേശീയ സംഘടനകളും ഗ്രൂപ്പുകളും ഉണ്ട്. അവരോട് ചേർന്നിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ, പ്ലാസ്റ്റിക്കിനെ കൃത്യമായിട്ടും കടലിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ പല ഗവേഷണങ്ങളും നടന്നു വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റാൻഡർഡൈസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. ഉദാഹരണം കെമിക്കൽ കണ്ടെയ്നേഴ്സ്. ഈ കെമിക്കൽ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള രാസവസ്തുക്കൾ നമ്മൾ എങ്ങനെ മാറ്റാൻ പറ്റും, അതിന് നമുക്ക് റോബോട്ടുകളുടെ സഹായം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായിട്ട് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സംഘടനയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം CMFRA പോലുള്ള അല്ലെങ്കിൽ ഫിഷറീസ് സർവകലാശാല പോലുള്ള ഒരു സ്ഥാപനത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈലി മൾട്ടി ഡിസിപ്ലിനറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംഘടനകൾ ചേർന്നുള്ള ഒരു കൺസോർഷ്യം ആയിരിക്കണം, ഇത്തരം ഒരു കൂട്ടായ്മയായിരിക്കണം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. ഗവൺമെന്റ് അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഇനി ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വന്നാൽ, ഇനി കപ്പൽ അപകടം നടന്നാൽ ഈ രാസവസ്തുക്കളായാലും ഓയിലായാലും പ്ലാസ്റ്റിക് ആയാലും ഇതിന് എന്തെങ്കിലും ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടോ? ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലർക്ക് ബാധകമല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇന്ത്യ അതിനകത്ത് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്ത് ഫുൾ ആയിട്ട് എഗ്രി ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണം, അങ്ങനെയുള്ള ഈ മലിനീകരണം നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയൊരു സംവിധാനം എന്ന് പറയുന്നത് ചെയ്യുന്നത് IMO ആണ്, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആണ്. അവർ തന്നെ നടപ്പിലാക്കിയുള്ള പദ്ധതിയാണ് മാർപോൾ എന്ന് പറയുന്ന ഒരു പദ്ധതി. മെയിൻ ട്രീറ്റിയാണ്, പ്രത്യേകിച്ച് ഷിപ്പ് ബേസ്ഡ് പൊല്യൂഷൻ, കപ്പല് ഓട്ടവുമായിട്ട് ബന്ധപ്പെട്ട മലിനീകരണം നിയന്ത്രിക്കാനുള്ള ഒരു ട്രീറ്റിയാണ്, ഒരു ഉടമ്പടിയാണ് മാർപോൾ എന്ന് പറയുന്നത്. ആ മാർപോളിന്റെ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ പറയാം. മാർപോള് ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ഷിപ്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിനകത്ത് അവര് പ്ലാസ്റ്റിക് പെല്ലറ്റിനകത്ത് ഉൾപ്പെടെയുള്ള ഈ മലിനീകരണം കുറയ്ക്കാനുള്ള സംവിധാനങ്ങളെ പറ്റി ഒരുപാട് പ്രപ്പോസൽസ് വെച്ചിട്ടുണ്ട്. അത് പല അമെൻമെന്റുകളായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. ഉദാഹരണം, പിന്നെ അങ്ങനെ 6 അനക്ഷേഴ്സിനകത്ത് എങ്ങനെയാണ് ഓരോ തരത്തിലുള്ള മലിനീകാരകങ്ങളെയും നിയന്ത്രിക്കേണ്ടത് എന്നതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഉദാഹരണം, ഓയിൽ സ്പില്ലിനകത്ത് കൃത്യമായിട്ട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ഷിപ്പിംഗ് കമ്പനികൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒന്ന്, ഓയിൽ മലിനീകരണം നടക്കാനായിട്ട് ഷിപ്പിനകത്ത് 2 ഹള്ള്, ഡബിൾ ഹൾ, അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് സ്പേസ് വേണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടാങ്കിനകത്ത് ലീക്ക് ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ട് അടുത്ത ഒരു ക്യാവിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മലിനീകരണത്തിന്റെ ഒരു സാധ്യത കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഇത് വളരെ ഫലവത്തായിട്ട് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഓയിൽ സ്പില്ല് വളരെയധികം കുറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതെല്ലാം മാർപോളിന്റെ ഇടപെടലുകൊണ്ടും അവർ ഷിപ്പിംഗ് കമ്പനികൾക്ക് വെച്ചിരിക്കുന്ന കർശനമായ നിർദ്ദേശങ്ങൾ കൊണ്ട് ആണ് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്, വളരെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ പാലിക്കണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു ക്ലീനിങ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ പിന്നെ ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ലേബലിങ്, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് രാസവസ്തുക്കളാണെങ്കിൽ എങ്ങനെ പാക്ക് ചെയ്യണം,
ആ പാക്കേജ് എങ്ങനെയായിരിക്കണം, ആ പാക്കേജ് വളരെ ശക്തമായി കഴിഞ്ഞാൽ കപ്പലിലേക്ക് കണ്ടെയ്നർ എത്തിക്കഴിഞ്ഞാൽ പോലും ഈ കെമിക്കൽസ് പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആക്സിഡന്റ് എമർജൻസിക്ക് എന്ത് ചെയ്യണം എന്നെല്ലാം മാർപോളിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ഓരോ രാസവസ്തുക്കളും എങ്ങനെയാണ് ലേബൽ ചെയ്യേണ്ടത്, ഹസാർഡസ് മെറ്റീരിയൽ എങ്ങനെ ലേബൽ ചെയ്യണം, അതിന് എങ്ങനെ കോഡ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറൈൻ ലിറ്റർ ഷോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇവിടെയുള്ള പ്രശ്നം പ്ലാസ്റ്റിക് നേർഡില് ഹസാർഡസ് കെമിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, നിലവിലില്ല. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഈ ശ്രീലങ്കയിലുണ്ടായ നേർഡിൽ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് നേർഡിൽ പൊല്യൂഷന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ഒരു ഹസാർഡസ് കെമിക്കലിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ 2023 IMO എഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഒരു ഇന്റർനാഷണൽ പ്രഷറാണ്. പ്രത്യേകിച്ച് ഇത് വലിയ കമ്പനികളാണല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഈ പ്ലാസ്റ്റിക് ഉൽപാദനം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോഴും ഹസാർഡസ് കെമിക്കലിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. ഓക്കെ, അതിനുള്ള നിർദ്ദേശം വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന്, ഇതിനകത്ത് ഇത്തരം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് നേർഡിൽസ് കൊണ്ടുപോകും, അതിന് സ്പെഷ്യൽ പാക്കേജ് വേണം, ലേബലിങ്ങും സ്റ്റോറേജും സ്പെഷ്യലായിട്ട് വേണം. അതുകൊണ്ട് തന്നെ കടലിലെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊട്ടി വരത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ റിപ്പോർട്ടിംഗ്, ഒരു ഓയിൽ സ്പിൽ ഉണ്ടായാൽ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്പിൽ ഉണ്ടായാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് മെക്കാനിസവും റിമൂവൽ മെക്കാനിസവും എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ്. പിന്നെ ഇതിന്റെ ലയബിലിറ്റി ആർക്കാണ്, ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, ക്ലീനപ്പിന്റെ ചുമതല ആർക്കാണ്, ഇതെല്ലാം കമ്പനികളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് ഓരോന്നും എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണം, ഒരു കെമിക്കല് പിന്നെ ഉള്ള കണ്ടെയ്നർ നമ്മൾ കേരളത്തിൽ അടുത്ത് ചെയ്യേണ്ടുന്ന ഒരു ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രാസവസ്തുക്കൾ നടന്ന കണ്ടെയ്നറുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മാർപോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉദാഹരണം, അങ്ങനെ ഒരു ആദ്യത്തെ ഒരു കടമ എന്നുള്ളത് അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്യാനായിട്ട് റോബോട്ടിക് റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഉപയോഗിക്കുക. മനുഷ്യർ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ട് ഇത് കൃത്യമായിട്ട് എവിടെയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കരയിലേക്ക് എത്തിക്കാനുള്ള, വലിച്ചുകൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഈ കെമിക്കൽസിനെ പുറത്തേക്ക് പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. കെമിക്കൽ ലീക്കേജ് ഉണ്ടെങ്കിൽ ഓരോ തരത്തിലുള്ള കെമിക്കലും എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നുള്ളതിന്റെ സംവിധാനങ്ങളും ഈ ഡയറക്ഷനിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിലൂടെ ഈ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ, കപ്പലോട്ടം കൂടുമ്പോഴും കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതം കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം കേരളത്തിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഈ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നടപ്പിലാക്കിയിട്ടില്ല. ഒന്നാമത് ഡബിൾ ഹൾഡ് ടാങ്കേഴ്സ് വരുന്നുണ്ട്, വെസൽ ട്രാക്കിങ് കൃത്യമായിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. എമർജൻസി റെസ്പോൺസ് ഡ്രില്ല്, ഓയിൽ സ്പിൽ ഡ്രില്ല്, അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവസാനം പറയുന്ന കാര്യമാണ് നമ്മുടെ കോൺടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത്. ഒന്ന്, പോർട്ടിനകത്ത് കൃത്യമായിട്ടൊരു കംപ്ലയൻസ് ഓഡിറ്റ് നടക്കണം. ആ ഡേറ്റയ്ക്ക് ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാകണം. ഓരോ പോർട്ടിലും അപകടം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടെയ്നർ എന്നുള്ളതിന് ഇമ്മീഡിയറ്റ്ലി ആ വിവരം ഉണ്ടാകാനുള്ള ഒരു സംവിധാനവും അതിന് കൃത്യമായിട്ടൊരു ഗവേണൻസ് സംവിധാനവും ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉണ്ടായി വരേണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് നമ്മൾ വരണം. ഉദാഹരണം, നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതിനൊരു പ്ലാസ്റ്റിക് കിടപ്പുണ്ട് കടലിൽ, ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക് കിടപ്പുണ്ട്. ഇത് വരുന്ന ആളുകളിൽ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യും കടലിൽ. ഇന്ത്യയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് എത്തപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് നൂറുകണക്കിന് വർഷങ്ങൾ ഇതേപടിയോ അല്ലെങ്കിൽ ചെറിയ കണങ്ങളായിട്ടോ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇത് ലോങ് ടേം മോണിറ്ററിംഗ് ആണ്. ലോങ് ടേം മോണിറ്ററിംഗ് ഒരു ഏജൻസിക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല. പല ഏജൻസികൾ ചെയ്യുന്നുള്ള കൺസോർഷ്യം രൂപീകരിച്ചിട്ട് ലോങ് ടേം മോണിറ്ററിംഗ്, ഇതിന്റെ ബയോട്ട, വെള്ളം, ഇങ്ങനെയുള്ള നിരീക്ഷണം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതിനകത്ത് മോഡലിംഗ് വേണ്ടി വരും, റിമോട്ട് സെൻസിങ് വേണ്ടി വരും, കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ വേണ്ടി വരും. ഇതാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതും കൂടിയാണ്. കാരണം 3 തരത്തിലുള്ള രാസവസ്തുക്കളാണ് ഞങ്ങളുടെ പഠനങ്ങൾ, നമ്മുടെ കളക്ഷൻ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. PVC ഇല്ല, നമുക്ക് ലോ ഡെൻസിറ്റി പോളിപ്രൊപ്പലിനുണ്ട്, ഹൈ ഡെൻസിറ്റി പോളിപ്രൊപ്പലിനുണ്ട്, പിന്നെ പോളിയെത്തിലിനുണ്ട്. ഹൈ ഡെൻസിറ്റി, ലോ ഡെൻസിറ്റി, പോളിയെത്തിലീനും പോളിപ്രൊപ്പലീനും, ഇങ്ങനെ 3 തരത്തിലുള്ള പ്ലാസ്റ്റിക് പോളിമറുകളാണ് ഇപ്പോൾ നടന്ന കപ്പൽ ദുരന്തത്തിൽ പ്രധാനമായിട്ടും കടലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു പ്ലാസ്റ്റിക് ട്രീറ്റി വരാൻ പോകുന്നുണ്ട് 2025 ഓഗസ്റ്റ് 2025 ഒരു വലിയ ജനീവയിൽ
ഈ ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. അവരൊരു ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തൊരു അജണ്ടയായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നു. അതിനെ എങ്ങനെ രാജ്യങ്ങൾ കാണുന്നു എന്നുള്ളതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉദാഹരണം, ഈ പ്രൈമറി പ്ലാസ്റ്റിക് പോളിമറിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസിസ്റ്റഡ്, കാരണം ഇന്ത്യ പറയുന്നത് ഈ പ്ലാസ്റ്റിക് മലിനീകരണം, ഈ പ്രൈമറി പ്ലാസ്റ്റിക്, പ്രത്യേകിച്ച് പ്രൈമറി പ്ലാസ്റ്റിക് ആണല്ലോ ഈ പ്ലാസ്റ്റിക് നേഡിൽസ്, അതിന്റെ കേസിൽ പ്രത്യേകിച്ചൊരു ഒരു നിയന്ത്രണം ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വാദം. ഇനി ഇതിനകത്തുള്ള രാസവസ്തുക്കൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിനകത്തുള്ള രാസവസ്തുക്കളുടെ കേസിൽ ഇന്ത്യയുടെ അഭിപ്രായം എന്ന് പറയുന്നത് പോളിമറുകളെ ഇതിനകത്തുനിന്ന് മാറ്റണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊക്കെ ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൂഫ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റിസ്ക് അനാലിസിസ് നടത്താം എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ ഡിസ്കഷനിൽ ഇന്ത്യ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് വളരെ രസകരമായ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് ട്രീറ്റി നെഗോസിയേഷൻസ് എന്നുള്ള പബ്ലിക്കേഷനാണ് അതിനകത്ത് പറയുന്നത്. മൂന്നാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഹ്യൂമൻ ഹെൽത്തുമായിട്ട് പ്ലാസ്റ്റിക്കിന് ബന്ധമുണ്ടോ എന്നുള്ള കേസിൽ ഇന്ത്യയുടെ വാദം എന്ന് പറയുന്നത് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ അഭിപ്രായം. അപ്പൊ പിന്നെ ഇന്ത്യ ഈ കഴിഞ്ഞ വർഷം 2024 നാഷണൽ ആക്ഷൻ പ്ലാൻ മറൈൻ പ്ലാസ്റ്റിക് ലിറ്റർ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളും ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഈ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള മോണിറ്ററിങ്ങിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇതിന് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യേണ്ടി വരും. ഒന്ന്, ഗ്രീൻ ഷിപ്പിംഗ് കോറിഡോർസ്, അപകടമില്ലാത്ത പൊല്യൂഷൻ കുറച്ചുണ്ടാക്കുന്ന കോറിഡോർസുകളെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടി വരും. ഈ വിസലുകളിൽ നിന്നുള്ള എമിഷൻ കുറയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് ഫ്യൂവൽസിനെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. റിയൽ ടൈം പൊല്യൂഷൻ ട്രാക്കിംഗ് ഇപ്പൊ നടപ്പിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുണ്ട്, AI ഉണ്ട്, AI ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് നടത്താൻ പറ്റും. റെക്ക് റിമൂവൽ ടെക്നോളജികൾ ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗവേഷണം പിന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്കൊരു ഓഡിറ്റിംഗ് ഇല്ല, സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് ഇല്ല. പ്രത്യേകിച്ചും കപ്പൽ അപകടവുമായിട്ട് ബന്ധപ്പെട്ട മലിനീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല. അത് നമുക്ക് ചെയ്യേണ്ടി വരും. കോസ്റ്റൽ മോണിറ്ററിങ് എങ്ങനെ നടപ്പിലാക്കണം, അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കേണ്ടി വരും. ഇനി ഈ കപ്പലോട്ടം വ്യാപകമാകുമ്പോൾ കൃത്യമായിട്ടുള്ള കപ്പൽ പാതകൾ അടയാളപ്പെടുത്തുകയും അവയെ ഹൈ റിസ്ക് സോൺസ്, പ്രത്യേകിച്ച് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ മാർക്ക് ചെയ്യപ്പെടുകയും വേണം. നമുക്ക് കൃത്യമായിട്ടൊരു മറൈൻ സ്പേഷ്യൽ പ്ലാനിങ് വേണം. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തി, ഇതിനകത്ത് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതിന് കമ്പനിയുടെ ഉത്തരവാദിത്തം, അത് പിന്നെ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി വേണം. അതിനൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഈ 2021-30 നോക്കിക്കഴിഞ്ഞാൽ ഓഷൻ ഡെക്കേഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അതിനകത്തുള്ള മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ടെക്നോളജി, എങ്ങനെ ഒരു ക്ലീൻ ഓഷനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ടെക്നോളജികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആ ഒരു ഫോക്കസ് ഇന്റർനാഷണലി, പ്രത്യേകിച്ചും ടെക്നോളജിക്കൽ റെവല്യൂഷനകത്ത് ഈ ഒരു ഡെക്കേഡിൽ മുഴുവനുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ക്ലീൻ ഓഷൻ, സേഫ് ഓഷൻ, ഹെൽത്തി ആൻഡ് റിസൈലിയന്റ് ഓഷൻ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു ഡെക്കേഡിനകത്ത് വളരെയധികം സാങ്കത്യമുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഒരു ഉദാഹരണം കൂടെ പറയാം. ടെക്നോളജി ഇപ്പോൾ മൊബൈൽ വെച്ചിട്ടുള്ള ടെക്നോളജി വെച്ച് തന്നെ ഈ ഇല്ലീഗൽ ഫിഷിംഗ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ക്രൗഡ് സ്പൈയിങ്ങും കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഈവൻ എങ്ങനെയാണ് നമ്മൾ ഇല്ലീഗൽ ഫിഷിംഗ് ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് സിറ്റിസൺ സയൻസും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത്, നമ്മൾ ഈ വിപ്ലവം മുഴുവൻ നടക്കുന്നതും ബഹളം മുഴുവൻ നടക്കുന്നതും ബ്ലൂ എക്കോണമി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ബ്ലൂ എക്കോണമിയെ കൃത്യമായിട്ട് നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടി ആയിട്ടുണ്ട്. ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ വിഭവങ്ങൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് സമുദ്രത്തിന്റെ ആരോഗ്യവും വിഭവങ്ങളുടെ സുസ്ഥിരതയും കൂടി ലിങ്ക് ചെയ്ത് പറയുമ്പോഴാണ് ഇതിനകത്ത് നമുക്കൊരു ബ്ലൂ എക്കോണമിയുടെ പുതിയ പെർസ്പെക്റ്റീവ് നമുക്ക് കൊടുക്കാൻ കഴിയുക. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഇതിനെ ചിന്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിർത്തും. താങ്ക് യു. Thank you very much, sir. Now the session is open for discussion. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എൻവയോൺമെന്റൽ DNA ഉപയോഗിച്ചിട്ട് മോണിറ്റർ ചെയ്യാമെന്ന്, അതൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ?
എൻവയോൺമെന്റൽ DNA മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ പ്ലാസ്റ്റിസ്ഫിയറിനെ മോണിറ്റർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക്കിനെ അല്ല. ഓക്കെ. കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക് വെള്ളത്തിൽ കിടന്ന് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ബയോ ഫിലിംസ് രൂപപ്പെടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, അതിനകത്തുള്ള ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ്, ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഈ DNA ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ. സോ വളരെ ഇൻഫോർമേറ്റീവായ ഒരു സെഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിനോട് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് സാറിന് സംസാരിക്കാനായിട്ട് പറ്റി. പിന്നെ സാറിൻ്റെ എക്സ്പെർട്ടൈസൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റി. സാറിനോട് സാധാരണ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്ന വളരെ ചെറിയ ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള മറുപടി എപ്പോഴും സാറ് തരാറുണ്ട്. ഒരു ചെറിയ എന്താ പറയുക, ഒരു മറൈൻ ഷെല്ലെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അക്വാട്ടിക് ഷെല്ലെടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചാൽ തന്നെ സാർ അത് കൃത്യമായിട്ടൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ സാർ ഈ സെഷൻ വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു. വളരെ നന്ദിയുണ്ട് സർ. അപ്പോൾ തുടർന്ന് ഇനിയുള്ള സെഷൻസിൽ നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.